ദൈവിക രോഗസൗഖ്യം വെളിപ്പെടാൻ ബൈബിൾ പറയുന്ന 5 വിധ മേഖലകൾ നമ്മൾ ആദ്യം കണ്ടു. അതിനകത്ത് 5ാമത്തെ മേഖലയാണ് നമ്മൾ കണ്ട അഭിഷേകം എന്ന് പറയുന്നത്. ആ അഭിഷേകത്തിനകത്ത് അഭിഷേകത്തിലൂടെ വെളിപ്പെടുന്ന രോഗശാന്തി, അതാണ് നമ്മൾ ഇന്നലെ പകല് കണ്ടത്. അഭിഷേകം വീണ ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ വിശ്വസിച്ചു വന്ന് തൊട്ട വ്യക്തിയിലേക്ക് സൗഖ്യം വ്യാപരിച്ചു. നിങ്ങൾ ഇന്ത്യയിലെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തിയുമായി പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ റൂട്ടിൽ നിങ്ങളുടെ അകത്ത് വചനം കയറണം. ഞാൻ എൻ്റെ 24 വർഷത്തെ ശുശ്രൂഷ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പഠിപ്പിക്കുന്നത്. ഞാൻ ഇഷ്ടപ്രകാരം ക്ലാസ്സുകൾ, പഠനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ റൂട്ടിൽ ഞാൻ വേറെ എവിടെ നിന്നും കേട്ടിട്ടില്ല. നിങ്ങൾ അതുകൊണ്ട് ഈ റൂട്ട് നിങ്ങളുടെ അകത്ത് കയറുന്നത് നല്ലതാണ്. പല പുസ്തകങ്ങളിൽ പല പഠനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഈ റൂട്ട് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പലതിൽ അല്പാൽപമായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് നമ്മുടെ അകത്ത് വീണ അഭിഷേകത്തിനൊരു വളർച്ചയുണ്ട്. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട സഭയിൽ വരാത്തവരെ മേൽ അഭിഷേകമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി കേരളത്തിൽ വിരലനക്കിയിട്ടുള്ള എല്ലാവരും മേൽ അഭിഷേകമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കോരശിനെ അഭിഷേകം ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ പിണറായി വിജയനെ അഭിഷേകം ചെയ്യും, നരേന്ദ്രമോദി അഭിഷേകം ചെയ്യും, രാഹുൽ ഗാന്ധി അഭിഷേകം ചെയ്യും. എന്തിനാണെന്നറിയോ? നമ്മെ സുവിശേഷത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചില സന്ദർഭങ്ങളിൽ സഹായമായി നിൽക്കാൻ ദൈവം അവരെയൊക്കെ അഭിഷേകം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും വേണ്ടില്ല, കോൺഗ്രസ് ആയാലും വേണ്ടില്ല, BJP ആയാലും വേണ്ടി, തമ്പുരാൻ ഒരാൾ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എന്നാതാണെങ്കിലും ദൈവം അഭിഷേകം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മണ്ണാങ്കട്ട എന്ന് അങ്ങനെ അവഹേളിച്ച് പറഞ്ഞതല്ല കേട്ടോ, എന്തിനായാലും അഭിഷേകം ചെയ്യും എന്നുള്ള തലത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം അഭിഷേകത്തിനൊരു വ്യക്തി വളരണമെങ്കിൽ, ഞാൻ ഇതിന്റെ ഈ കിണി ഒന്ന് ഓഫ് ചെയ്യണേ. നിങ്ങള് ഹോസ്റ്റ് ആയിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പം അഭിഷേകത്തിലൊരു വ്യക്തി വളരുമ്പോൾ ആദ്യം നമ്മൾ കണ്ടു, വസ്തുക്കൾക്ക് അഭിഷേകമുണ്ട്, വ്യക്തികൾക്ക് അഭിഷേകമുണ്ട്, പുറമേ ഉള്ളവർക്ക്. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചിൽ വന്നവർക്ക് അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ തന്നെ പല വിധത്തിലുള്ള വളർച്ചയുണ്ട്. അപ്പൊ നിങ്ങൾ അഭിഷേകത്തിൽ നിങ്ങളുടെ ആത്മാവിൽ വളരും തോറും നിങ്ങളുടെ അഭിഷേകം വളർന്നുകൊണ്ടിരിക്കും. ഞാൻ പ്രധാനമായി 7 സ്റ്റേജ് പഠിപ്പിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ട ചർച്ചിൽ വരിക, അതിൽ നിന്ന് നീതിബോധത്തിലേക്ക് വളരുക, സെക്കൻഡ് സ്റ്റെപ്പ്. നീതിബോധത്തിലേക്ക് വന്നാൽ നിങ്ങളിലൂടെ അഭിഷേകം നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. രണ്ടാമത്, ക്രൈസ്റ്റ് ഇൻ യു, ക്രിസ്തു നിങ്ങളിൽ എന്ന തലത്തിലേക്ക് നിങ്ങൾ വളർന്നാൽ വീണ്ടും അതിനകത്തുകൂടെ രോഗശാന്തി വെളിപ്പെടാൻ തുടങ്ങും. ക്രൈസ്റ്റ് ഇൻ യു പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ശരീരത്തിൽ ജീവൻ വെളിപ്പെടും, രോഗശാന്തി വെളിപ്പെടാൻ തുടങ്ങും. നാലാമത്തെ നമ്മൾ കണ്ടത്, നിങ്ങൾ ക്രിസ്തുവിലാണ്. അവിടെയാണ് അതോറിറ്റി ചലിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഈ 7 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഓരോ സ്റ്റെപ്പിലും എന്താ ചലിക്കുന്നതെന്ന് ഇപ്പോഴാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ആ വെളിപ്പാടിലേക്ക് വളർന്നാൽ നിങ്ങളിൽ അതോറിറ്റി ചലിക്കും. ക്രിസ്തു നിങ്ങളിലാണെങ്കിൽ നിങ്ങളിലൂടെ സൗഖ്യം ചലിക്കും. അഞ്ചാമത് ഫെല്ലോഷിപ്പാണ്. ഫെല്ലോഷിപ്പിലേക്ക് നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ മൈൻഡിന് ഒക്കെ ആഴമേറിയ ട്രാൻസ്ഫോർമേഷൻ നടക്കും, രൂപാന്തരം നടക്കും, ഭയങ്കര രൂപാന്തരം നടക്കും. നിങ്ങൾ എവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ശതമാനം പോലും ബേജാറാവില്ല. ബേജാറെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വാക്കാണല്ലേ. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളെ അത് ബാധിക്കാതെ, അത് ഫെല്ലോഷിപ്പിന്റെ റിസൾട്ടാണ്. ഇവിടുത്തെ മനുഷ്യന്റെ ഒക്കെ പ്രശ്നം എന്താ? എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ആർക്കും എന്നെ, ഇതാണ് മനുഷ്യന്റെ എല്ലാം പ്രശ്നം. പക്ഷെ ഫെല്ലോഷിപ്പിലേക്ക് വന്നാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഫ്രീ, ആരും ഇല്ലാത്തത് നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ മറ്റേ പാട്ടൊക്കെ പാടുന്ന കൂടി നമ്മൾ ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ ഭാരിലേൻ പ്രിയ. ഞാൻ ഈ പണ്ടി പാട്ട് പാടിയത് എപ്പോഴാണെന്നറിയോ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം
പണ്ടത്തെ ആൾക്കാരുടെ സ്നേഹമൊക്കെ പോയി. കാരണം എനിക്ക് വരുമാനം ഇല്ലാതായി. എനിക്ക് ഇഷ്ടപ്രകാരം പൈസ പുറത്ത് നടന്നിരുന്ന ആളാണ് കേട്ടോ ഞാൻ. അന്ന് നിങ്ങളുടെ ആരുടെ കയ്യിലും അന്ന് എനിക്ക് തോന്നില്ല അത്രയും പൈസ ഉണ്ടെന്ന്. അതുപോലെ പൈസ ഇട്ട് കളിച്ച ആളാണ് ഞാൻ 96 വരെ, 1996 വരെ. അപ്പം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയതോടുകൂടി എന്നെ ആർക്കും വേണ്ടാണ്ടായി. അപ്പൊ ആരും വേണ്ടാണ്ടായപ്പോ ഞാൻ ഈ പാട്ട് കടമെടുത്ത് പാടിയിട്ടുണ്ട്. അന്ന് കുറെ പോയി കരഞ്ഞിട്ടുണ്ട്. ഈ റബ്ബറും തോട്ടത്തിലൊക്കെ പോയി കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഈ പാട്ട് പാടിയിട്ട്. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ ഭാരിലേൻ പ്രിയ, ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ ഭാരിലേൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നു മാനസം, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നു മാനസം. നിൻ തിരുമാർവിൽ ചാരുമ്പോഴല്ല ആശ്വസിക്കുവാൻ ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ ഭാരിലേൻ പ്രിയ. അപ്പൊ ഈ പാട്ട് ഞാൻ അന്ന് പാടിയത് ആരുമില്ലാത്തതിന്റെ വിഷമ നിമിത്തം പാടിയതാ. പക്ഷെ ഇപ്പൊ പാട്ട് പാടുമ്പോ അങ്ങനെ വിഷമത്തിലല്ല പാടാറ്. ഇപ്പൊ പാട്ട് പാടുമ്പം ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷത്തിലെ പാടാറ്. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ ഫെല്ലോഷിപ്പിലേക്ക് വരുമ്പം നിങ്ങളെന്ന വ്യക്തിത്വം മൊത്തം മാറാൻ തുടങ്ങും. ഇപ്പൊ നമുക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളെ തിരിച്ച് സംസാരിക്കാൻ എളുപ്പമാണ്, ഇഷ്ടമാണ്, ഉറപ്പിക്കാൻ ഇഷ്ടമാണ്, ധൈര്യപ്പെടുത്താൻ ഇഷ്ടമാണ്. അപ്പം നമ്മളിലൂടെ ഫോൺ, നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇതെല്ലാം നമ്മൾ, പക്ഷേ ഫെല്ലോഷിപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ ഇഷ്ടം അവന്റെ അടുക്കലിരിക്കാനായി മാറും. നിങ്ങളുടെ അകത്തുള്ള ആഗ്രഹം അതായി മാറും. ബാക്കിയെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതുമായി മാറ്റപ്പെടാൻ തുടങ്ങും. ഫെല്ലോഷിപ്പ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ അകത്തുള്ള റിസൾട്ട് പറയുന്നത്. അപ്പൊ ഫെല്ലോഷിപ്പിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ ഫെല്ലോഷിപ്പ് ഉള്ളവരുമായി ദൈവം നിങ്ങളെ കണക്ട് ചെയ്യും. ആശയം മനസ്സിലായോ? ഫെല്ലോഷിപ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഫെല്ലോഷിപ്പ് ഉള്ള വ്യക്തികളുമായി ദൈവം നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പൊ ഇതാണ് 5ാം സ്റ്റെപ്പ്. 6ാം സ്റ്റെപ്പ്, നിങ്ങളുടെ അകത്ത് പുത്രത്വം വെളിപ്പെടാൻ തുടങ്ങും. പുത്രത്വത്തിന്റെ അവകാശങ്ങൾ കേൾക്കണം, ഓരോന്ന് കേൾക്കണം. രോഗസൗഖ്യം, അതോറിറ്റി, എന്താ പറയാ, ഫെല്ലോഷിപ്പ്. അതിന്റെ അപ്പുറത്ത് പുത്രത്വം വെളിപ്പെട്ടാൽ അവകാശം വെളിപ്പെടും. നിങ്ങളെ പുത്രത്വത്തിന്റെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവകാശങ്ങൾ വെളിപ്പെടും. അവിടെ നിങ്ങൾ പുത്രനാണെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങും. നമ്മൾ വായിച്ചു, നിങ്ങൾ ദൈവാത്മാവ് നടത്തുന്ന എവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. എങ്ങനെ അവകാശികൾ? നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. കണ്ടോ? അപ്പൊ വളരും തോറും, നിങ്ങളുടെ സ്പിരിറ്റിൽ വളർച്ച മടക്കും തോറും, നിങ്ങളുടെ മനസ്സിനകത്ത് വെളിപ്പാട് വർദ്ധിക്കും തോറും, നിങ്ങളുടെ അകത്തുള്ള വളർച്ചയ്ക്കൊപ്പം നിങ്ങളുടെ പുറമേയുള്ള മേഖലകൾക്ക് മാറ്റം വരും. നല്ലൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ വചനത്തിൽ വളരില്ല. അവരിങ്ങനെ ഒരു പുറമേയുള്ള കുറെ ചലനങ്ങളിൽ ഇഷ്ടപ്പെട്ട് നടക്കുന്നു. നോ, അത് കുറച്ചു കഴിയുമ്പോൾ പരാജയമാകും. ഞാൻ ഈ ചലനങ്ങൾ 1998 മുതൽ ഞാൻ ഈ ചലനം കാണുന്നുണ്ട്. ചലനങ്ങളുടെ ക്ലൈമാക്സിലേക്ക് പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പൈശാചിക ആസ്ഥാനങ്ങളുടെ ഇരിപ്പിടങ്ങൾ സെക്കൻഡ് ബൈ സെക്കൻഡ് പൊളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളവിടെ ഇന്നലെ വരുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ അകത്ത് അതോറിറ്റി വെളിപ്പെടും. നിങ്ങൾക്കാണ് അധികാരം. നിങ്ങൾ ക്രിസ്തുവിലാണെന്നുള്ള ബോധം വന്നാൽ നിങ്ങളുടെ മേൽ അധികാരം വെളിപ്പെടും. ഹോ ഷറബന. അപ്പൊ നിങ്ങൾ പിശാചിനെ പേടിച്ചു പോകില്ല. പോരാട്ടം, പിശാച്, ഇതില്ലാത്ത തല എവിടെയുള്ളത്? മക്കളെ, അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും മീതെ അവനെ തലയാക്കി വെച്ചു. നമ്മൾ അവന്റെ അകത്താണ്. ഇത് മൊത്തം നമ്മുടെ കാൽ കീഴാണ്.
പിന്നിൽ വാലിട്ടടിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. വാലിട്ടടിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ നീ പേടിക്കരുത്. നീ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. നീ അവനെ ആരാധിക്കുക. നീ അവനെ മഹത്വം കൊടുക്കുക. ആരാധിക്കുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ. നിങ്ങളൊന്ന് സാക്ഷ്യം കേട്ടില്ലേ? ഡിക്സന്റെ മേൽ അങ്ങനെ ഫെയ്ത്ത് ദൈവാത്മാവ് തുറക്കുന്ന സാക്ഷ്യം കേട്ടില്ലേ? ആരാധിക്കുമ്പോൾ നടക്കുന്ന എൻകൗണ്ടർ കേട്ടില്ലേ? പരിശുദ്ധാത്മാവ് സ്പിരിച്വൽ വേൾഡിന്റെ ആഴങ്ങൾ തുറക്കാൻ ആരംഭിക്കും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതിന്റെ അടുത്ത തലത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. ഇന്ന് ഞാൻ പഠിപ്പിക്കാനിരിക്കുന്ന ഭാഗം അതാണ്. ആത്മവിവശത ദൈവസഭയിൽ നടക്കാൻ തുടങ്ങും. ഓരോ രാവിലെ ആൾക്കാർ വന്നിട്ട് പറയും, പാസ്റ്ററെ ഞങ്ങൾ ഇന്ന് കേട്ടില്ല നിങ്ങൾ, ഞാൻ ഇന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാ വരുന്നത്. അടുത്തൊരു വ്യക്തി പറയും, പാസ്റ്ററെ ഞാൻ ഇന്ന് രാവിലെ സ്വർഗത്തിൽ പോയിട്ടാ വരുന്നത്. അടുത്തൊരാൾ വന്ന് പറയും, പാസ്റ്ററെ ഇന്ന് രാവിലെ കർത്താവിന്റെ റൂമിൽ വന്നത് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ദൈവസഭ അടുത്തൊരു സ്റ്റേജിലേക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ പറയണം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വചനത്തിന്റെ ഡെപ്ത് കേൾക്കുമ്പോഴല്ല, ഇതിനകത്തൊരു ദൈവിക ദൂതുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ അവന്റെ മന്ദിരമായി, അവന്റെ ആലയമായി പണിപെടുക്കുമ്പോൾ അത് തുറന്നു വരും. നിങ്ങളുടെ മുറിയിൽ അവൻ ഇറങ്ങും. നിങ്ങളുടെ മുറിയിൽ നിങ്ങളെ ശബ്ദം കേൾക്കും. നിങ്ങളുടെ വളർച്ചയിലാണ് നടക്കുന്നത്. ഒന്ന് കരമടിച്ച് നന്ദി പറഞ്ഞോ, ഒന്ന് കരമടിച്ച് നന്ദി പറഞ്ഞോ, ഒന്ന് കരമടിച്ച് നന്ദി പറഞ്ഞോ. യെസ്, ആരാധന വെളിപ്പെടുന്ന ഭവനങ്ങളിൽ, പ്രാർത്ഥന വെളിപ്പെടുന്ന ഭവനങ്ങളിൽ എൻകൗണ്ടറുകൾ അത് ദിനചര്യയായി മാറാൻ പോവുകയാണ്. ഞാൻ ഈ 1.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് വന്നിരുന്നതുകൊണ്ട് ഇന്ന് സൗണ്ട് എടുക്കില്ല എന്ന് തീരുമാനിച്ചു വന്നിരുന്നു. എനിക്കിതൊക്കെ പറയുമ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തള്ളി വരും. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ ഈ മിണ്ടാതിരുന്ന് പറയും? എനിക്കറിയില്ല. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ വ്യക്തി ഇന്ന് രാവിലെ വിമലിനോട് സംസാരിച്ചോ? അവന്റെ സ്പിരിറ്റിൽ ആ ശബ്ദം കേട്ടോ? നിങ്ങൾ ഈ സ്പിരിറ്റിൽ ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തോന്നലാന്ന് വിചാരിക്കും. അല്ല, തോന്നലല്ല. എന്നെ ദൈവം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ത്യകാല ഉണർവിനകത്ത് പരിശുദ്ധാത്മാവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പോകുന്നവർ, പട്ടണങ്ങളെ സന്ദർശിക്കാൻ പോകുന്നവർ, രോഗികളെ കൂട്ടമായി വിടുവിക്കാൻ പോകുന്നവർ. എന്നെ കാണിച്ച കാഴ്ച കർത്താവ് അത്. സ്പിരിറ്റിനകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചെവിയിൽ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ചെവി കൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ ദൈവം സംസാരിക്കുന്നത് നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ കേൾക്കും. പ്രവാചകന്മാരെല്ലാവരും പ്രവചിക്കുന്നത് സ്പിരിറ്റിൽ ശബ്ദം കേട്ടിട്ടല്ല. പ്രവാചകന്മാർ പ്രവചിക്കുന്നവർ, പ്രവചന ശുശ്രൂഷ ചെയ്തവർ അവരുടെ സ്പിരിറ്റിനകത്ത് വരുന്ന ചിന്തയാലാണ്. ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ ചിന്തക്കകത്തേക്ക് നൽകുന്ന, മനസ്സിനകത്തേക്ക് നൽകുന്ന ചിന്തയാൽ അവർ നിങ്ങളെ വിവേചിക്കുന്നു. വിവേചന വരം വേറെ, പ്രവചന ശബ്ദം വേറെ. പ്രവചന ശബ്ദം ദൈവത്തിൽ നിന്ന് മുഴങ്ങുന്നതാണ്. വിവേചനം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത്. ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ കാണുന്നു. ഞാനിപ്പോ എന്റെ നേരെ മുമ്പിൽ ഇരിക്കുന്ന സജി സിസ്റ്ററെ കാണുക. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററുടെ മേൽ ആ മുറിക്കകത്ത് ആത്മാവിന്റെ ചലനം വെളിപ്പെടുന്നത് ഞാൻ കാണുന്നവനെയാണ് വിവേചനം എന്ന് പറയുന്നത്. സിസ്റ്ററുടെ അകത്ത് ദൈവാത്മാവ്, ആ സിസ്റ്ററുടെ അകത്ത് മനസ്സിനകത്ത് എന്ത് തോന്നുന്നു എന്നത് എനിക്ക് മനസ്സിലാകുന്നവനെയാണ് വിവേചനം എന്ന് പറയുന്നത്. പ്രവചനം അതല്ല. പ്രവചനം ഒന്നുകൂടെ ഡെപ്താണ്. പ്രവചനം ഒന്നുകൂടെ ആഴമാണ്. നമ്മുടെ മനസ്സിനകത്ത് തോന്നുന്ന കാര്യം ശരിയാകണമോ എന്നില്ല. കണ്ടോ, നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യം ശരിയാകണമെന്നില്ല. പക്ഷെ പ്രവചനം തെറ്റില്ല. പ്രവചനം അത് ദൈവ ശബ്ദമായി മുഴങ്ങും. അപ്പൊ പ്രവാചക ശുശ്രൂഷയിൽ വിവേചന വരത്തിൽ നിൽക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പ്രവചനം തുച്ഛീകരിക്കുന്നത്, നല്ലത് മുറുകെ പിടിച്ചോ, തീയതിനെ കളയണമെന്ന്. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മടക്കാതെ പോകാം. അത് വിവേചനത്തിൽ പറയുന്നതാണ്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ദൈവദാസന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ തെറ്റിയതിനാൽ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും അവരെ കേട്ടിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നു? ഗ്രേസി സിസ്റ്റർ ഉണ്ടല്ലോ, ഗ്രേസി സിസ്റ്റർ വന്നിട്ട് പാസ്റ്റേ ഇന്നൊരാൾ എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ഞാൻ ആയുസിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഗ്രേസി സിസ്റ്റർ ചിരിക്കുന്നുണ്ടോ? അതെന്താ കാര്യം എന്നറിയാമോ? അത് ആ വ്യക്തി അങ്ങനെ ചിന്തിച്ചതാ. അവരുടെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ അങ്ങനെ ആകുമെന്ന് ചിന്തിച്ചതാ. അപ്പൊ അതിനെ വിട്ടുകളയുക. നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. ഓക്കെ, പോട്ടെ. അപ്പം നിങ്ങൾ ഫെയ്ത്തിൽ വളരും, നിങ്ങൾ സ്പിരിറ്റിൽ വളരുമ്പോൾ ഈ ഉയർന്ന ഹയർ സ്റ്റേജിലേക്ക് നിങ്ങൾ വരികയാണ്. അപ്പൊ പുത്രത്വത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ മാറുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ മാറും. നിങ്ങളുടെ വീട്ടിലെ അവകാശങ്ങൾ,
നന്മകൾ വെളിപ്പെടാൻ തുടങ്ങും, വഴികൾ വെളിപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ പറയും പാസ്റ്റർ എന്താ പറയാ, പ്രോസ്പെരിറ്റി പ്രസംഗനാന്ന് പറയാം. അല്ല മക്കളെ, തേജസ്സിൽ വളർന്നാൽ, പുത്രത്വത്തിൽ വളർന്നാൽ സമുദ്രത്തിന്റെ ധനം നിന്റെ വീട്ടിൽ വരും. ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നവാ. നീ അറിയാത്ത പണം നിന്റെ വീട്ടിൽ വരും. ഹൗഷസ് കന. അപ്പൊ അത് പുത്രത്വത്തിന്റെ അവകാശത്തിൽ ഈ ഭൂമിയിൽ അനുഭവിക്കാനുള്ളവാ. അപ്പൊ ഇതിന്റെ സ്റ്റേജ് നിങ്ങൾ കണ്ടോ? ഓരോ സ്റ്റെപ്പ് കണ്ടോ നിങ്ങൾ? നീതിബോധം, ക്രിസ്തു നിങ്ങളുടെ അകത്ത്, നിങ്ങൾ ക്രിസ്തുവിൽ, കൂട്ടായ്മ, പുത്രത്വം, അതിനപ്പുറമാണ് ശരീരം. അതിനപ്പുറമാണ് ശരീരം. നമ്മള് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആ സജിപ്പാസ ചർച്ചിലാ പോണേ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെയാ പോണേ. ഓ, ഞങ്ങൾ അവിടെ മറ്റൊന്നും ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ അവിടെ പോയി, അവിടെ ടീച്ചിങ് ഇഷ്ടം. നോ, നിങ്ങളൊരു ശരീരമായി മാറണം. ഞാനവിടെ ആരാധന, ഞാനപ്പോ തിരിച്ചു പറയും, നോ, നിങ്ങൾ അതിനകത്തൊരു ബോഡിയായി മാറണം. നിങ്ങളെ ശരീരമാക്കാനാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തിയത്. നമ്മുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു പറഞ്ഞത്, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനത്തിലേക്ക് മടത്തിയത് നിങ്ങളെ ഒരു ശരീരമാക്കാനാ. നമ്മളൊരു ബോഡിയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ മാർമിക ശരീരമാണ്. എനിക്കിതിനകത്ത് ഇപ്പൊ 2, 4, 5, 2, 7, 2, 9, 10, 12, 13 ചാറ്റ് റൂമുകൾ ഓൺ ചെയ്തിരിക്കുന്ന എനിക്ക് കാണാം. മറ്റേ പുറകിൽ ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 14 ചാറ്റ് റൂമുകളിനകത്തിരിക്കും. നമ്മളൊരു ബോഡിയാണ്, ഒരു ശരീരമാണ്. എന്ത് ശരീരം? ക്രിസ്തുവിന്റെ മാർമിക ശരീരമാണ്. ആ വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മിൽ കൂടെ ശക്തി ഇമ്പാർട്ടാകും. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, ഒരു വ്യക്തിയല്ല. അത് വ്യക്തിത്വത്തിൽ നിങ്ങൾ നിൽക്കും തോറും നിങ്ങൾ അഭിഷേകത്തിൽ വളരില്ല. ഇന്ന് കേരളത്തിൽ പറ്റിയ ഒരു അബദ്ധം എന്താണ്? കേരളത്തിനല്ല, ഒട്ടുമിക്ക മേഖലകളിലും പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? അബദ്ധം എന്ന് പറയുന്നത് അവരവരുടെ മിനിസ്ട്രിക്ക് പ്രാധാന്യത കൊടുത്തു. ഇതാ കുഴപ്പമുണ്ടായേ. പക്ഷെ ദൈവത്തിന് ഒരു ആലയം കിട്ടണം, ദൈവത്തിന് ഒരു ശരീരം കിട്ടണം പ്രവർത്തിക്കാൻ. അപ്പൊ ദൈവം നമ്മൾ ആ തലത്തിലേക്ക് പണി. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, അഭിഷേകത്തിനകത്ത് അധികാരമുണ്ട്, ശക്തിയുണ്ട്. അത് പകർച്ചയായത് പകരും എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു എന്റെ ഹയർ സ്റ്റേജ് പറയാം, എന്നിട്ട് നമുക്ക് അടിയിൽ നിന്ന് ഒന്നും കൂടെ പിടിക്കാം. അപ്പൊ ഹയർ സ്റ്റേജ് വരുമ്പോൾ സഭ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ അങ്ങ് പണിത് കഴിഞ്ഞാൽ, അതിനകത്ത് ഏക സ്വരം വന്നു കഴിഞ്ഞാൽ, അതിനകത്ത് ഏക സ്വരത്തോടെയുള്ള മേഖല പണിയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ഡിവൈൻ ഗ്ലോറി ആലയത്തിനകത്തേക്ക് ഇറങ്ങും. ഇതിനു മുമ്പ് നടന്നതെല്ലാം ഈ ആലയത്തെ ഇങ്ങനെ പണിയാനായിട്ടുള്ള ദിവ്യജ്ഞാനമാണ്. ആരെയകത്ത്? ബെസലേലിന്റെ അകത്ത് ദിവ്യജ്ഞാനം കൊടുത്തു, യോശുവയുടെ അകത്ത് കൊടുത്തു, മോശയുടെ മേൽ കൊടുത്തു. ഇങ്ങനെ വ്യക്തിത്വങ്ങളുടെ മേൽ ദിവ്യജ്ഞാനം കൊടുത്ത് അവന്റെ ശരീരത്തെ, അല്ലെങ്കിൽ ഇസ്രായേലിനെ പണിത് ഒടുവിൽ ശലോമോന്റെ മേൽ ദിവ്യജ്ഞാനം കൊടുത്ത് അവന്റെ കാലഘട്ടത്തിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ആലയം പണിതു. എന്നിട്ട് ആലയം പണിതിന് എന്തുണ്ടായേ? ആലയം പണിത് നിങ്ങളുടെ 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വന്നേ. 2 ദിനവൃത്താന്ത പുസ്തകം ശ്രദ്ധിച്ചെന്റെ കൂടെ വരണേ. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ എല്ലാവരും ബൈബിളുള്ള എല്ലാവരുടെ ആലയത്തിന്റെ പണി കഴിഞ്ഞു. ശ്രദ്ധിച്ചെന്റെ കൂടെ പറയണേ. ആലയത്തിന്റെ പണി അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി. ആലയത്തിന്റെ പണി കഴിഞ്ഞ് 5-ന്റെ 1 വായിക്കുക. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ 5-ന്റെ 1 ആരും വായിക്ക്, വേഗം വായിക്ക്. 5-ന്റെ 1. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർത്തു. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി പണിത പണിയൊക്കെയും തീർത്തു.
ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടിയ പണിയൊക്കെയും തീർത്തു. കണ്ടോ, ദൈവം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറച്ച ശലോമോൻ. അപ്പൊ ശലോമോന് എവിടെ ജ്ഞാനം കിട്ടിയേ? ശലോമോന് ജ്ഞാനം കിട്ടിയത് 1:7. അന്ന് രാത്രി ശലോമോന്റെ വീട്ടിൽ, ശലോമോന്റെ റൂമിനകത്ത് യഹോവ പ്രത്യക്ഷനായി. കണ്ടോ, ആലയത്തിന്റെ പണി അവന്റെ പെർഫെക്ഷനിൽ തീർക്കണമെങ്കിൽ പ്രത്യക്ഷതകൾ വെളിപ്പെട്ടവരെ കൊണ്ടേ കഴിയൂ. വെളിപ്പാടുകൾ പ്രാപിച്ചവരെ കൊണ്ടേ യഥാർത്ഥ സഭ പണിയാൻ കഴിയുകയുള്ളൂ. മറ്റവൊക്കെ ട്രഡീഷനായി പോകും, മറ്റവെല്ലാം കുറെ നിയമം പഠിപ്പിക്കുന്ന ക്ലബുകളായി മാറും. എന്നാൽ ഇപ്പോഴത്തെ ആലയത്തിന്റെ പ്രത്യേകത, ശലോമോന്റെ കാലത്ത് പണിത ആലയത്തിന്റെ പ്രത്യേകത, ഇത് യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, പ്രത്യക്ഷപ്പെട്ട യഹോവ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എനിക്ക് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാനുണ്ട്. ഇന്ന് രാത്രി യഹോവ വന്നാൽ നിങ്ങൾ എന്തോ ചോദിക്കും? ചില പറയും, കർത്താവേ, പിള്ളേരാണീ പറയും ഞങ്ങൾക്ക് വേഗം തക്ക ഒരു തുണനെ നൽകണം. ഭർത്താക്കന്മാരാണീ പറയും, കർത്താവേ, ഞങ്ങളുടെ ഭാര്യ ഒന്ന് ശരിയാക്കി തരണം. ഭാര്യമാരാണീ പറയും, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ശരിയാക്കി തരണം. വീടില്ലാത്തവർ പറയും, വീട് തരണം. ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഈ പ്രപഞ്ചത്തെ ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം, വിശ്വസിക്കണം. നാളെ നിങ്ങളുടെ മുറിയിൽ കർത്താവ് ഇറങ്ങും. വിശ്വസിക്കണം, നാളെ നിങ്ങളുടെ മുറിയിൽ കർത്താവ് ഇറങ്ങും. നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി കർത്താവ് ചോദിക്കും. ഓ റബാന ഹഡ്കഥനഗതിര്, ഞാനത് വിശ്വസിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും കർത്താവിന്റെ കരം വെളിപ്പെട്ടു വരും. കർത്താവ് ഇറങ്ങി വരും. ആലയത്തിന്റെ പണിയുമായി, ആത്മമണ്ഡലത്തിലെ വളർച്ചയുമായി നിങ്ങളെ കർത്താവ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുറിയിൽ കർത്താവ് ഇറങ്ങിയിരിക്കും. ശലോമോനോട് കർത്താവ് ചോദിച്ചു, ശലോമോനെ ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വരണം? ശലോമോൻ നോക്കിയേ, ശലോമോൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ രാജാവാക്കിയിരിക്കുന്നല്ലോ. ഈ ജനത്തിന് നായകനായിരിക്കണവന് എനിക്ക് ജ്ഞാനം തരണം. കണ്ടോ, എനിക്ക് ജ്ഞാനം തരണം. അപ്പൊ ദൈവിക ജ്ഞാനം. ഉടനെ ശലോമോൻ ദൈവം പറഞ്ഞു, മോനെ, നീ വസ്തുത ചോദിക്കാതെ, നീ ശത്രുനിഗ്രഹം ചോദിക്കാതെ, സമ്പത്ത് ചോദിക്കാതെ, മാനം ചോദിക്കാതെ, നീ ദീർഘായുസ് ചോദിക്കാതെ, നീ ജ്ഞാനം ചോദിച്ചവനാൽ ഞാൻ നിനക്ക് വേണ്ടിയത് മുഴുവൻ തരും. ഓ ഷാംബാനാദീന ഹൽക്കവന ഘടകവനം ധീരപർഷസ്. ആ വാക്യം ഞാൻ വായിക്കാം. ഞാൻ വായിക്കാതെ, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാതെ വിടാൻ വേണ്ടി വിചാരിച്ചവാ. 11-ാം വാക്യം. അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടവന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനം, സമ്പത്ത്, മാനം ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. അപ്പൊ ദൈവത്തോട് ചോദിക്കുമ്പോൾ ബോധം വേണമെന്നാ ഞാൻ ഈ പറഞ്ഞേ. നീ ആരോടാണ് ചോദിക്കുന്നവർ? ഈ പിള്ളേരെ കളിപ്പിക്കുമ്പോ അവരെ എവിടെ തൊട്ടാൽ കിക്ലിയാകുമെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? അവരെ കക്ഷത്തിൽ തൊട്ടാൽ അവർക്ക് കിക്ലിയാകും, അവരെ ഇടുപ്പിൽ തൊട്ടാൽ അവർക്ക് പെട്ടെന്ന് ചിരി വരും. അപ്പൊ നിങ്ങൾ കൊച്ചിനെ കളിപ്പിക്കാൻ എടുക്കുമ്പോൾ കൊച്ചിന് എങ്ങനെയാണ് കിക്ലി ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൊച്ചിനെ കളിപ്പിക്കാൻ ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ആഴമായത് പ്രാപിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങളല്ല. എന്നോടത് പറയുമ്പോ പിണങ്ങരുത്. നിങ്ങളെ മറിച്ചാണ് പലരും പഠിപ്പിക്കുന്നത്. ചോദിക്ക്, കരയ്, മലവിളിക്ക്, മുട്ടുമലടയ്, കിടന്ന് ഉരുള്, പിശാചിനോട് പോരാട്. ഞാൻ തിരിച്ചു പറയും, നിങ്ങൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്ക്. നിങ്ങൾ പട്ടണങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവെ, ഉണർവിനകത്ത് ഒരു കൂട്ടം യൗവനക്കാരെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഒരു കൂട്ടത്തെ കർത്താവിലേക്ക് തിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഇങ്ങനെ നിങ്ങൾ ദൈവ ഹൃദയത്തിലെ ഭാരങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കാത്ത വിഷയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ മാനം, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ച, നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധി, ഇതെല്ലാം ദൈവകരങ്ങളിൽ സുനിശ്ചിതമാണ്. കരമുയർത്തിയാമിയ കർത്താവിന് ചോദിക്കേണ്ട പോലെ ചോദിക്ക്, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്ക്. പാരമ്പര്യങ്ങളെയും പശ്ചാത്തലങ്ങളെയും പൊളിക്കാൻ പഠിക്ക്. റീബാന, നീ ചോദിച്ചത് കൊണ്ടാണോ കർത്താവ് ഇത്ര കാലം നിന്നെ നടത്തിയത്? അല്ലല്ലോ.
അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട പോലെ ചോദിക്കാം. രാജ്യങ്ങളെ ചോദിക്ക്, പട്ടണങ്ങളെ ചോദിക്ക്, ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്ക്, വചന വെളിപ്പാടിന് കൂട്ടം പണിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ വീട്ടിൽ നീ ചോദിക്കാത്ത ധനം വരും, നീ ചോദിക്കാത്ത മാനം വരും. ശലോമോൻ ചോദിക്കാത്ത ധനം, ശലോമോൻ ചോദിക്കാത്ത സമ്പത്ത്, ശലോമോൻ ചോദിക്കാത്ത മാനം. അവന്റെ ജ്ഞാനം കാണാൻ വേണ്ടി ശേബാരാജ്ഞി വന്നു. അവന്റെ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാലേ പ്രസംഗിക്കുന്നതല്ല. ജ്ഞാനം വന്നവൻ കൊട്ടാരം പണിതപ്പോൾ, ജ്ഞാനം വന്നവൻ ആലയം പണിതപ്പോൾ, ശലോമോന്റെ എഴുന്നള്ളത്ത്, അതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ഡിവൈൻ ജ്ഞാനം വന്നാൽ ഒരു പ്രത്യേക മേഖലയായി മാറുന്നു. കർത്താവ് എങ്ങനെ ജ്ഞാനം കൊടുത്ത ശലോമോൻ. അപ്പൊ ഈ ജ്ഞാനം കൊടുത്ത ശലോമോൻ പണിത ദൈവാലയം യാക്കോബ് കണ്ട ആ സ്വപ്നം, സ്വർഗത്തോളം തുറന്നിരിക്കുന്ന ഗോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവേണി, ആ യാക്കോബ് കണ്ട സ്ട്രക്ചറിലാണ്, കിടപ്പിന്റെ സ്ട്രക്ചറിലാണ് ശലോമോൻ ആലയം പണിയുന്നത്. എന്നിട്ട് ആ ആലയം പണിത ശേഷം ഇനി ആലയത്തിൽ നടന്ന കാര്യത്തിലേക്ക് വരാം. നമുക്ക് അതാ നമ്മുടെ വിഷയം. അതാ ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് പശ്ചാത്തലത്തിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങാനും കർത്താവ് ഇന്ന് രാത്രി വീട്ടിൽ കയറി വന്ന ഭർത്താവിന്റെ സൗഖ്യവും ഭാര്യയുടെ വിടുതലും കൊച്ചിന്റെ കാര്യവും വെറുതെ ചോദിച്ച് കർത്താവ് ആയുസ് വീട്ടിൽ വരാത്ത പരുവത്തിൽ തിരിച്ചു വിടരുത്. കർത്താവോട് ചോദിക്കേണ്ടത്, കർത്താവേ, കോടിക്കണക്കിന് ആത്മാക്കളെ തൊടാനുള്ള ദൈവിക ജ്ഞാനം, ആത്മഭാരം എനിക്ക് നൽകണം. ഈ ചോദ്യം ചോദിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. 24 വർഷത്തെ എൻ്റെ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, പരിചയത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ അകത്തുണ്ടായ വളർച്ചയിൽ ഞാൻ പറയുന്നു, എന്തില്ലെങ്കിലും അത് ചോദിക്കരുത്. കർത്താവോട് ചോദിക്കണം, കർത്താവ് ഈ രാജ്യത്തെ തരണം, കർത്താവേ ഞങ്ങൾക്ക് ഭൂഖണ്ഡത്തെ തരണം. 120 കോടി ജനമുണ്ട് ഈ രാജ്യത്ത്. കർത്താവ് പറ, കർത്താവ് 120 കോടി ജനത്തെ ഞങ്ങൾക്ക് തൊടണം, സുവിശേഷത്താൽ തൊടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി നിന്റെ കാര്യം ദൈവം നോക്കിയിരിക്കും. അല്ലെങ്കിൽ ഈ പുസ്തകം വലിച്ചു കീറി കാട്ടിക്കളയണം. കാരണം ഈ പുസ്തകം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് വേണ്ടതൊക്കെ കിട്ടും. ആരെങ്കിലും ഉണ്ട് ആമേൻ പറയാൻ? ആരെങ്കിലും പറയൂ ആമേൻ? ആരെങ്കിലും? നമ്മൾ നേരെ തിരിച്ചായി പഠിച്ചു, അതായി കുഴപ്പം. നമ്മൾ നേരെ തിരിച്ചു പഠിച്ചു വെച്ചതായി കുഴപ്പം. നിനക്ക് വേണ്ടുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ് തരാൻ വിശ്വസ്തനാണ്. ആമേൻ. എനിക്ക് കണ്ടമാനം സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറയാൻ വരുമോ? പക്ഷെ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. എത്ര സാക്ഷ്യങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യും. ഓക്കെ, നമ്മൾ അതിലേക്ക് വരും. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം ഇനി നമ്മൾ തൊടാൻ പോകുന്നത് സഭ എന്ന നിലയിൽ നമ്മുടെ മേൽ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ വളർച്ചയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടെ പിടിക്കാനുണ്ട്. നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ഒന്നും തൊട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇടുക ചെയ്തു. നിങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 5:14 വായിച്ച് മോളെ, ഒന്നുകൂടെ വായിച്ച് 5:14 ഒന്നുകൂടെ വായിച്ച്. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒന്ന്, ആലയം പണിയേണ്ടതുപോലെ പണിതു തീർത്തു. 2, അതിനകത്ത് കൂറുകളെ തിരിച്ചു. ഇനി നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിക്കുമ്പോഴല്ലോ, പെട്ടകം ചുമക്കാന്, മുമ്പിൽ നിൽക്കാന്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തരെ ഗണമായിട്ട് അങ്ങ് നിർത്തി. ഇവരെല്ലാം ഉണ്ടല്ലോ, എങ്ങനെ ശലോമോൻ പറഞ്ഞു അതുപോലെ അങ്ങ് നിന്നു. ഈ ശലോമോൻ പറയുന്ന അവന്റെ ജ്ഞാനത്തിലല്ല, അവൻ പറയുന്നത് ദൈവജ്ഞാനത്തിലാ. ഒരാളുടെ രാവിലെ 5:30 എഴുന്നിട്ട് പ്രാർത്ഥന തുടങ്ങാൻ പറഞ്ഞ ആൾ 5:30 എഴുന്നിട്ട് തുടങ്ങി 2 പാട്ട് പറഞ്ഞു. 2 പാട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറയാ. ഇതൊന്നും അല്ല കേട്ടോ. അവിടെ ശലോമോന്റെ ദൈവാലയത്തിന് പരിപാടിയൊന്നുമില്ല. ഞാൻ നമുക്ക് മനസ്സിലാകുന്ന രീതി പറയാ. അപ്പൊ ഒരാൾ പറയാ, ഞാൻ 5:30 മണിക്ക് എഴുന്നിട്ട് നടക്കുകയല്ല. കറക്റ്റ് കാര്യങ്ങൾ മുഴുവൻ അടുക്കിനങ്ങ് മടന്നു. എന്നിട്ട് അവര് എല്ലാം കൂടെ എനിക്ക് വായിക്കാൻ നേരമില്ല. അവരെ വസ്ത്രം, വിശുദ്ധമന്ദിരത്തിലേക്ക് വന്ന വരവ്, പുരോഹിതന്മാർ കൂറുകൾ ക്രമം നോക്കി അവർ നിന്ന് നിൽപ്പ്, എല്ലാം കൂടെ ചെയ്ത് അതിന്റെ 12-13 വാക്യങ്ങൾ 12-13 ഓടിച്ചു വായിക്കും. 12-13 വാക്യങ്ങൾ സമയം ഓടുക. ആസാഫ്, ഹേമാൻ, യദൂദൂൻ വായിക്കേ.
എന്നിവരും ആസാഫ്, ഹേമാൻ, യെദൂഥൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്നു. 120 പുരോഹിതന്മാരോടുകൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രതങ്ങളോടും കൂടി അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ഞാൻ അതിനകത്ത് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ വരച്ചു വെച്ചു ഒന്നുമല്ല, ഇത് ഞാൻ ആദ്യമേ വരച്ചു വെച്ചിട്ടുണ്ട്. ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ വഴി എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? ചില ആൾക്കാർ പറയും, എന്തിനാ ഒച്ചത്തി പാടണേ? മക്കളെ, ഒച്ചത്തി പാടി ഹൃദയത്തിനകത്ത് വരുന്നതാണ് ഒച്ചമായിട്ട് പുറത്തു വരണേ. അല്ല പിന്നെ നീ എന്ത് കേട്ടാലും ചിരിക്കാത്ത ആളായിരിക്കണം. കൊച്ചുകള് തമാശ പറഞ്ഞാൽ ചിരിക്കാറുണ്ടല്ലോ, വീട്ടിനകത്തൊരു കാര്യം പറഞ്ഞാൽ ചിരിക്കുമല്ലോ, വീട്ടിനകത്തൊരു വിഷയം വരുമ്പോ ഒച്ച വരുമല്ലോ. എന്താ ആലയത്തിൽ വരുമ്പോ മാത്രം കൈയും കെട്ടിയിരിക്കുന്നേ? ഇവർ ഒത്തൊരുമിച്ച് അവർ ഏകസ്വരമായി അവർ ഉച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. എന്തുകൊണ്ടായി? ദൈവത്തിന്റെ മേഘം, ദൈവത്തിന്റെ ശെഖേന, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശക്തി വീണ്ടും ഒരിക്കൽ കൂടെ ആലയത്തിലേക്ക് ഇറങ്ങുകയാണ്. പണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിന് ചുറ്റും അവർ ഒരുമിച്ച് നിൽക്കുന്ന നേരത്ത് 68 പേരെ ചുറ്റും നിർത്തി. മോശ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഇതേ മേഘം അവിടെ ഇറങ്ങി. ഈ മേഘം അവിടെ ഇറങ്ങിയപ്പോൾ വിളിച്ചു നിർത്തിയ 68 പേരുടെ മേലും പാളയത്തിൽ കിടന്ന 2 പേരുടെ മേൽ 70 പേരുടെ മേൽ മോശയുടെ മേൽ നിന്നൊരു പകർച്ച വെളിപ്പെട്ടു. 70 പേരും ഒരുമിച്ച് പ്രവചിക്കാൻ തുടങ്ങി. 70 പ്രവാചകന്മാരെ ഒരു ദിവസം ദൈവരാജ്യത്തിന് സംഭാവന ചെയ്യാൻ ഇറങ്ങി വന്ന മേഘം, ഇറങ്ങി വന്ന തേജസ്. വിശ്വസിക്കാൻ പറ്റുമുണ്ടോ നിങ്ങൾക്ക്? ദൈവമക്കൾ വചനത്തിന്റെ വെളിപ്പാടിൽ ഒരുമിച്ച് പണിയപ്പെട്ട് അവർ വിഭിന്ന വീടുകളിലുമാണെങ്കിലും അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇറങ്ങുന്ന മേഘമുണ്ട്. ഇറങ്ങുന്ന തേജസ് ഉണ്ട്, ഇറങ്ങുന്ന ദൈവശക്തിയുണ്ട്, ഇറങ്ങുന്ന ദൈവ മഹത്വമുണ്ട്. 70 പേരെ ഒരു ദിവസം പ്രവാചകന്മാരായി അഭിഷേകം ചെയ്ത് പുറത്തിറക്കി. ഒറ്റ ദിവസം 70 പ്രവാചകന്മാർ. അന്നത്തെ ജനസംഖ്യയുമായിട്ട് തുലനം ചെയ്ത് നോക്കിയാൽ ഞാൻ വിശ്വസിക്കുന്നു അന്ന് 70 പേരെ പുറത്തിറക്കിയെങ്കിൽ ഇന്ന് 7000 എണ്ണത്തെ ഒരുമിച്ച് പുറത്തിറക്കും. കണക്കൊന്നും ദൈവാത്മ പറഞ്ഞ കണക്കൊന്നുമില്ല, എന്റെ ബുദ്ധി തോന്നിയ കണക്ക് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാണ് കേട്ടോ. 30 ലക്ഷം ഇസ്രായേൽ ആകെ. അവനകത്ത് 70 പ്രവാചകന്മാരുണ്ടെങ്കിൽ 30 കോടിക്ക് എത്ര വേണം? കൂട്ടമായിട്ട് പ്രവാചകന്മാർ രംഗത്ത് വരും. കൂട്ടമായി ആമയം പറയാൻ പറ്റൂല. ആമയം പറഞ്ഞു. ആമയം തേജസ് ഇറങ്ങുന്നതോടെ, മഹത്വം ഇറങ്ങുന്നതോടെ, ഇപ്പോൾ അതിന്റെ ഒരു ചലനം തുടങ്ങിയിട്ടുള്ളൂ മക്കളെ. അതിന്റെ ഒരു ചലനം, അതിന്റെ ഒരു ചെറിയ ചലനമേ തുടങ്ങിയിട്ടുള്ളൂ. അല്പം അനധി വിദൂരമന്യേ തേജസ്സിന്റെ കട്ടിപിടിച്ച മഹത്വം ഇറങ്ങും. ആത്മവിവശമകൾ ഞാൻ അവരകത്തേക്ക് വരാൻ പോവുക. കട്ടിപിടിച്ച മഹത്വം ഇറങ്ങും. പക്ഷെ അതിനു മുമ്പ് ഇതിനൊരു ഓർഡർ ആക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിനകത്ത് കുറച്ചുപേരെങ്കിലും ഒരു ഓർഡറിലേക്ക് വരണം. ആലയത്തിന്റെ ശുശ്രൂഷകൾ ഒരു ഓർഡറിൽ ചെയ്യാൻ പഠിക്കണം. കൂറുകൾ തിരിഞ്ഞ് കാകളനാഥ് ഊതേണ്ടവർ അതിന്, ആരാമല ലീഡ് ചെയ്യേണ്ടവർ അതിന്, ഒരുമിച്ച് ഇതിനെ ഒരു കൂറാക്കി ഇതൊരു സ്ട്രക്ചറിൽ കൊണ്ടുവരണം. ആലയപ്പണി നടന്നാൽ മാത്രം പോരാ, ഇതിനകത്ത് മടക്കേണ്ട ശുശ്രൂഷകളെ ഒരു വ്യക്തിയുടെ കീഴിൽ ക്രമീകരിച്ച്
ഒരു ഡിവൈൻ വിസ്ഡത്തിൽ ഇതിനെ ക്രമീകരിച്ചു കഴിഞ്ഞ് അവർ ഒരുമിച്ച് പാടുമ്പോൾ, അവർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, അവർ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ, തേജസ്സിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ്, ഷോറഭാന ഷാരഗദന. എനിക്ക് മഹത്വം പറയാൻ തുടങ്ങിയാൽ എന്റെ തൊണ്ട ഞാൻ അടയുന്നവരെ പറയും. രാത്രി മീറ്റിംഗ് നോക്കുകയല്ല. അങ്ങനെ മഹത്വത്തിന്റെ രാജാവ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക. മഹത്വത്തിന്റെ രാജാവ്, ശുദ്ധ സൈന്യങ്ങളുടെ രാജാവ്, അവൻ നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇച്ചിരി പതുക്കെ നിൽക്കാം. തുറക്കാൻ പോവുകയാണ്. സാന്നിധ്യം ശരീരങ്ങളിൽ അനുഭവിച്ചവർ പ്രാർത്ഥിക്കണം. സാന്നിധ്യം ശരീരങ്ങളിൽ അനുഭവിച്ചവർ പ്രാർത്ഥിക്കണം. അതിന്റെ കട്ടി വെളിപ്പെടാൻ പോവുക, അതിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാ. നീ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, ചില ദിവസങ്ങൾ നീ വചനം ധ്യാനിച്ചപ്പോൾ, ചില ദിവസങ്ങൾ നിന്റെ അകത്ത് വചനം കയറിയപ്പോൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ആ ശക്തി ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ നിന്നെ കിടത്തിയ ശക്തി ഉണ്ടല്ലോ, ആ ശക്തി അത് വിവശമയാകാൻ പോവുകയാണ്. അതൊരു പുതപ്പ് പോലെ നിന്റെ മേൽ ഇറങ്ങാൻ പോകും. ഇന്ന് രാവിലെ സാക്ഷ്യം കേട്ടില്ലേ? ഇതുപോലെ സാക്ഷ്യങ്ങളുടെ നിരകൾ. ഇതിനകത്ത് ഒരുമിച്ച് ആരാധന നടക്കണം, ഒരുമിച്ച് പ്രാർത്ഥന നടക്കണം. അതിന് വിരക്തി കാണിക്കരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ആരാധിക്കണം. അത് സൂമിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും. ഒറ്റയ്ക്ക് ആരാധിക്കുന്ന ആരാധനയ്ക്ക് മഹത്വമുണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യതയുണ്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധനയ്ക്ക്. ദൈവാലയത്തിൽ നടക്കേണ്ടത്, ദൈവസഭയിൽ നടക്കേണ്ടത്, ദൈവാത്മാവ് തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇറങ്ങി വരാം. അപ്പൊ നോക്കി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1-2 വാക്കുകൾ ശ്രദ്ധിച്ചോ. അവർ ഏകസ്വരമായി ഉച്ചത്തിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ഡിവൈൻ ഗ്ലോറി, സ്വർഗത്തിൽ സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ എണ്ണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12ന്റെ അവസാനം യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാർ. ദൈവാലയത്തിനകത്താണ് ഇത് നടക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വാ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 49, 50, 51, 52 വാക്യം. വേഗം വായിക്കും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. എവിടെ ഇരുന്നു? ദൈവാലയത്തിൽ. ആരിരുന്നു? കർത്താവിന്റെ ശിഷ്യന്മാർ. ശക്തി ലഭിക്കുവോളം അവർ കാത്തിരുന്നത് ദൈവാലയത്തിലാണ്. നമ്മുടെ ആൾക്കാരെ പഠിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റിയത് ഇത് മാളിക മുറിയാണെന്ന് ചിന്തിച്ചു. സാരമില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മാളിക മുറിയിലല്ല. ഈ എന്റെ സന്ദേശം ഇത് ആദ്യമായി കേൾക്കുന്നവരുണ്ട് കേട്ടോ. അവര് ആർക്കെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ. ജോജി ബ്രദറെ, ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ സംശയം വരുന്നെങ്കിൽ എന്നോട് പിന്നത്തതിൽ ഞാനിത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വീട് മുഴുവൻ നിറച്ചു എന്നൊരൊറ്റ കാരണത്താലാണ് ഇത് മാളിക മുറിയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നമ്മുടെ അപ്പച്ചന്മാര് പഠിപ്പിച്ചത്. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ വീടെന്ന് എഴുതിയിരിക്കുന്ന അവിടുത്തെ ഗ്രീക്ക് വാക്കിന് വീട് മാത്രമല്ല അർത്ഥം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അവിടെ വീടെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റിയതിനെ? നമ്മൾ അവനെ മർക്കോസിന്റെ മാളിക മുറിയാക്കി മാറ്റി. കാരണം അവർ വരുന്ന വഴിക്ക് മത്തിയാസിന് ചീട്ടിടാൻ വേണ്ടി അവരെ കൊണ്ടുപോയത് മാളിക മുറിയിലാണ്. പക്ഷെ ബൈബിൾ പറയുന്നു അവർ മാളിക മുറിയിൽ ഇരുന്നില്ല. അവർ നേരെ വന്ന് ദൈവാലയത്തിലിരുന്ന് എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. 120 പേരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ അഗ്നിജ്വാല പിളർന്നിരിക്കുന്നത് പോലെ ദൈവശക്തി ഇറങ്ങിയത്, പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിയത് ദൈവത്തിന്റെ ആലയത്തിനകത്താണ്. അതിന് മാളിക മുറിയിലാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇറങ്ങിയത് 120 പേരുടെ മേലാണ്. കണ്ടോ, ശലോമോന്റെ ദൈവാലയത്തിൽ 120 പേർ, മുമ്പിൽ നിന്ന പുരോഹിതന്മാർ 120 പേരുടെ മേൽ ആലയത്തിൽ തേജസ് ഇറങ്ങിയെങ്കിൽ അതേ ദൈവം
അതേ ദൈവം കറക്റ്റ് 120 പേരെ പെന്തക്കോസ്ത് നാളിൽ ശലോമോന്റെ മണ്ഡപത്തിൽ, പണ്ട് ശലോമോൻ പണിത ദൈവാലയം ഇരിക്കുന്ന അതേ സ്ഥലത്ത്, യാക്കോബ് സ്വപ്നം കണ്ട സ്വർഗം തുറന്നിരിക്കുന്ന ഗോവേണി കണ്ട അതേ സ്ഥലത്ത് സ്വർഗത്തിൽ നിന്ന് കൊടിയ കാറ്റുപോലെ മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി അവരുടെ മേൽ ഇറങ്ങി വന്ന് പതിയുകയാണ്. ഞാനപ്പോ പണ്ടൊരിക്കൽ വിശദീകരിച്ച് പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ അതിന്റെ ഇടയിൽ കിടന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് സംശയം ഉണ്ടാക്കണ്ട. എവിടെയോ ആകട്ടെ, മാളികമുറി എങ്കിൽ മാളികമുറി, ആലയമെങ്കിൽ ആലയം. ഞാൻ വിശ്വസിക്കുന്നത് ആലയത്തിലാണ്. അതിന് കാരണങ്ങളുണ്ട്. ഇവിടുത്തെ വാക്ക്, അവർ ദൈവാലയം വിട്ടുപിരിയാതെ എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഒരു എൻകൗണ്ടർ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ശരീരത്തെ എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്താനായിട്ട് വളർത്തിയെടുക്കുക. പലരും പ്രാർത്ഥിക്കുന്നതിനാണ്, കർത്താവേ എന്നോട് സംസാരിക്കണേ, നീ ഉണ്ടോന്ന് അറിയാൻ എന്നോട് സംസാരിക്കണേ. എനിക്ക് ദൂതന്മാരെ കാണാം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാക്കായിരുന്നു നീ ജീവനോടെ ഉണ്ടെന്ന്. ഇങ്ങനെയാണ് ആൾക്കാർ. നിന്നെ ആസ്വദിപ്പിക്കാൻ ദൈവം ദൂതന്മാരെ പറഞ്ഞയക്കാൻ. ദൂതന്മാർ കളിപ്പാട്ടമല്ല. പ്രധാനപ്പെട്ട 3 ദൂതന്മാർ, അവർ ദൈവരാജ്യത്തിന്റെ യുദ്ധങ്ങളും ദൈവരാജ്യത്തിന്റെ സന്ദേശങ്ങളും മാനവകുലത്തിലേക്കും പ്രാപഞ്ചിക മേഖലയിൽ അനുദിനം കോടാനുകോടി സന്ദേശങ്ങളും ദൈവിക പ്രൊജക്ടുകളും നിവർത്തിക്കാൻ സദാസമയം സന്നദ്ധരായി നിൽക്കുന്നവരാണ് ദൂതസഞ്ചയം. നിന്നെ സുഖിപ്പിക്കാൻ ദൂതൻ നിന്റെ വീട്ടിൽ വരില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച്, ദൈവമെന്ന വ്യക്തിയെ വിശ്വസിച്ച്, നിന്റെ വേദനകളെ മറന്ന്, നിന്റെ അവസ്ഥകളെ മറന്ന്, ദൈവരാജ്യത്തിന്റെ മഹിമ മനസ്സിലാക്കി അവനെ ആരാധിക്കുന്ന, അവനെ വാഴ്ത്തുന്ന, അവന് മഹത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളുടെ മുറിക്കകത്തേക്ക് തന്റെ സ്പിരിച്വൽ വേൾഡിനെ, ആത്മമണ്ഡലത്തെ തുറക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. ഞാൻ ആ പദം പറഞ്ഞ് ശ്രദ്ധിക്കുക. ആസ്വദിപ്പിക്കാൻ ദൂതന്മാർ വരില്ല. പക്ഷേ നീ ദൈവത്തെ വാഴ്ത്തുന്നവനാണോ? നീ ദൈവത്തിൽ രസിക്കുന്നവനാണോ? നീ വചനം ആസ്വദിക്കുന്നവനാണോ? നിന്റെ മുറിക്കകത്ത് സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആകും. നിന്റെ രാജ്യത്തിന്റെ ദൂതൻ, നിന്റെ പട്ടണത്തിന്റെ ദൂതൻ, ഇവരൊക്കെ ദൂതന്മാരുണ്ട് കേട്ടോ. നിന്റെ പട്ടണത്തിൽ അടുത്തൊരു വ്യക്തി കാലുകുത്തുമ്പം ആ ദൂതൻ നിന്നോട് സംസാരിക്കും. ഇനി നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ഓ ഷാറ, വിശ്വസിക്കുക. ഏഞ്ചലിക് വേൾഡ് ഓപ്പൺ ആകും. സ്പിരിച്വൽ വേൾഡ് അവന്റെ മുഴുവൻ മഹിമയിൽ ഓപ്പൺ ആകും. പക്ഷെ ഒരു കാര്യം, ആസ്വാദനത്തിനല്ല, സാക്ഷ്യം പറയാനല്ല, ദൈവത്തിൽ വിശ്വസിക്കാനല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവം നിനക്ക് നൽകിയത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിലൂടെ വേണം നീ ദൈവത്തിൽ വിശ്വസിക്കാൻ. ഓ ആർക്കും ആഗ്രഹമില്ലാത്ത ഏഞ്ചലിക് വേൾഡ് തുറന്നു കാണാൻ? ആർക്കും ആഗ്രഹമില്ലാത്ത സ്പിരിച്വൽ വേൾഡ് തുറന്നു കാണാൻ? ആർക്കും ആഗ്രഹമില്ലാത്ത തേജസ് കാണാൻ? ഒരാൾക്കും ആഗ്രഹമില്ലാത്തതില്ല. പക്ഷെ ആഗ്രഹത്തിന്റെ റൂട്ട് ശരിയല്ല, ആഗ്രഹത്തിന്റെ അടിസ്ഥാനം ശരിയല്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് വിഷമാകുന്നു, അതോ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദൈവം നമ്മുടെ അടിസ്ഥാനത്തെ പണിയുകയാണ്. തേജസ് വെളിപ്പെടുന്നത്, ദൂതന്മാർ ഇറങ്ങുന്നത്, ഏഞ്ചലിക് വേൾഡ് ഓപ്പൺ ആകുന്നത്, ആത്മവിവസ്ഥത നടക്കുന്നത്, സ്പിരിച്വൽ വേൾഡിലെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത് എന്നെ ഉയർത്താനല്ല, എന്നെ ആസ്വദിപ്പിക്കാനല്ല, മറിച്ച് നശിച്ചു കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാനാണ്. എനിക്ക് ഇന്ത്യയെ തൊടണം, എനിക്ക് യൂറോപ്പിനെ തൊടണം, എനിക്ക് അമേരിക്കയെ തൊടണം, എനിക്ക് ആഫ്രിക്കൻ രാജ്യത്തെ തൊടണം. അതിനെ മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങള്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങള്, ഭീകരവാദികൾ വിളയാടുന്ന സിറിയ തുടങ്ങിയ ഭീകര രാജ്യങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുക. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ദൈവസഭയുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ചിലർക്ക് അമേരിക്കയെ കുറിച്ച് ഭയങ്കര ഭാരോ, ചിലർക്ക് UK കുറിച്ച് ഭയങ്കര ഭാരോ, പക്ഷെ പാകിസ്ഥാനെ കുറിച്ച് ഭാരമില്ല.
റഷ്യയെ കുറിച്ച് ഭാരമില്ല, ചൈനയെ കുറിച്ച് ഭാരമില്ല. മക്കളെ, ആത്മഭാരമാണെങ്കിൽ ഏറ്റവും അധികം ഭാരം വരിക ചൈനയെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം ചൈനയിലല്ലേ ഏറ്റവും കൂടുതൽ ജനമുള്ളത്. ആണോ? ഓ, നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടം, നിങ്ങൾക്ക് പാസ്റ്റർ അല്ല രോഗസൗഖ്യം വേണ്ടി പറ പാസ്റ്ററെ. ആത്മഭാരമുള്ള വ്യക്തി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ഭാരം വരിക ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ. രണ്ടാമത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് പറയണേ. ആ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമല്ലേ ആത്മഭാരം. ഏറ്റവും അധികം ഭീകര പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം പാസ്റ്റേഴ്സ് യോഗത്തിനകത്ത് ശക്തമേറിയ പീഡനം നടക്കുന്ന ഈ ചില പാസ്റ്റർമാരുണ്ട് കേട്ടോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവര് പോകുന്ന രാജ്യങ്ങൾ ഭയങ്കര പീഡനം നടക്കുന്ന രാജ്യങ്ങളാണ്. ബോംബ് പൊട്ടുന്ന രാജ്യങ്ങൾ, കൊല്ലുന്ന രാജ്യങ്ങൾ, മിഷണറിമാരെ കൊല്ലും. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ ഞാൻ കണ്ടു. കണ്ടിടത്തോടെ രാജ്യത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. യമനോ സിറിയ അടുത്ത് കിടക്കുന്ന രാജ്യം. ആ ദൈവദാസൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ദൈവദാസനെ പീഡിപ്പിച്ച പീഡയുടെ നടുവിൽ തന്നെ ഇറങ്ങി നിൽക്കേണ്ടി വന്നു. തന്റെ കൈകാലുകൾ മൊത്തം മുറിഞ്ഞ് തന്നെ ഓപ്പറേഷൻ വിധേയപ്പെടുത്തി തന്റെ കിടക്കെ കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ആത്മഭാരം വർദ്ധിക്കട്ടെ. മറുഭാഗത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പം എന്റെ വിഷയത്തിലേക്ക് വരിക. സഭ അതാണ് നമ്മുടെ വിഷയം. ഇപ്പം സഭ അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ വാഴ്ത്തിയപ്പോൾ അവനകത്തേക്ക് ഗ്ലോറി ഇറങ്ങി വന്നു, തേജസ് ഇറങ്ങി വന്നു, മഹത്വം ഇറങ്ങി വന്നു. ഒരു സ്വരം, ഏകസ്വരം, ഏക മനസ്സ്. അവർ ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തി. ഇങ്ങനെ ഈ ദൈവത്തിന്റെ സഭയിൽ നടക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ 1-2 വാക്യങ്ങളോട് വായിച്ചേ നിർത്താം. നിങ്ങൾ 1 തിമോഥെയോസ് ലേഖനം 3:15 എടുത്ത് വായിച്ച് 3:15 എടുത്ത് വായിച്ച് 1 തിമോഥെയോസ് 3:15 പെട്ടെന്ന് 1 തിമോഥെയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. ഇത് ഞാൻ എന്ന വ്യക്തിയുടെ അകത്ത് നടക്കേണ്ട കാര്യമല്ല, ഇതൊരു സഭയിൽ നടക്കേണ്ട കാര്യമാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് കണ്ടോ. അപ്പൊ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണ്, എന്താണെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെന്താ തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ചത് ആദ്യം ഒരാൾ പ്രാർത്ഥിക്കണം, പിന്നെ 2 പാട്ട് പാടണം, രണ്ടാമത്തെ പാട്ട് പാടി അവസാനിക്കാറാകുമ്പോൾ 2 പേര് ഒരു 2 അടി പാടുമ്പോൾ അന്യഭാഷ പറയണം, എന്നിട്ട് 3 പേര് പ്രാർത്ഥിക്കണം, എന്നിട്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് നിന്മഹാകൃപയ്ക്കായി എന്നുള്ള പാട്ട് പാടണം. അത് കഴിഞ്ഞിട്ട് ഒരു സങ്കീർത്തനം വായിക്കണം. ആ സങ്കീർത്തനം വായിച്ച് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതല്ല തമ്പുരാൻ തീരുമാനിച്ചേക്കുന്നേ. ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിന് സ്ട്രക്ചർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവാലയത്തിൽ ദൈവം തീരുമാനിച്ചതുപോലെ നടത്താൻ പ്രാപ്തിയുള്ള ആ വെളിപ്പാടുള്ള ഒരു കൂട്ടം എഴുന്നേൽക്കണം. അതിന് നിങ്ങളുടെ ദൈവദാസന് കർത്താവ് പരിജ്ഞാനം നൽകണം. ദൈവ സഭയ്ക്കകത്ത് ദൈവാത്മാവിന് ജ്ഞാനം നൽകണം. ഒരു ആമ്യം പറഞ്ഞോ കർത്താവ്, ഒരു ആമ്യം പറഞ്ഞ. അപ്പൊ ദൈവത്തിൽ ഡിവൈൻ വിസ്ഡം കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മരിച്ചവരെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്നാൽ അതിനപ്പുറം സഭ മടത്താൻ ഒരു ഡിവൈൻ വിസ്ഡം നിങ്ങളെ മടത്തുന്ന ദൈവദാസന്റെ മേൽ ദൈവാത്മാവ് പകരണം. ആരും ആമ്യം പറയുന്നില്ല. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നു നിങ്ങൾ എല്ലാവരും കൈയടിച്ചു. അത് നിങ്ങളുടെ കുശുമ്പല്ലേ, നിങ്ങളെ ശക്തി. ഞാൻ തമാശ പറഞ്ഞ ഒന്ന് പറ, നിങ്ങളുടെ ദൈവദാസന് കർത്താവ് ഡിവൈൻ വിസ്ഡം നൽകണം. ആ ഡിവൈൻ വിസ്ഡത്തിലാണ് സഭ ചലിക്കേണ്ടത്. പരമ്പരാഗത കെട്ടുകളുടെ അകത്തല്ല, ട്രഡീഷണൽ മൈൻഡിനകത്തല്ല സഭ ചലിക്കേണ്ടത്. സഭ ചലിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് ഡിവൈൻ വിസ്ഡം പ്രാർത്ഥിച്ചു വാങ്ങിച്ച് ആ വിസ്ഡത്തിൽ സഭ ചലിക്കണം. അപ്പൊ നിങ്ങൾ എത്ര പ്രാർത്ഥിക്കണം ഒരു പാസ്റ്റർക്ക് വേണ്ടി? അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പാസ്റ്റർ അല്ല, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ പിതാവായി മാറും. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ സഹോദരനായി മാറും. ആ വെളിപ്പാട് നിങ്ങൾ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? അവരെ ഉപയോഗിക്കണമെന്നല്ല, ഞങ്ങളുടെ ഈ ആലയത്തെ കണ്ടോ. ഈ ചില ആൾക്കാർ സജി പാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സജി പാസ്റ്റർക്ക് സഭ കൂടാതെ മിനിസ്ട്രി ഇല്ല. ഞാനിപ്പോ അമേരിക്ക പോയി കിടന്നേനെ.
എന്നെ വിളിച്ചതാ. അമേരിക്കയിലെ വെർജീനിയ സ്റ്റേറ്റിന്റെ അംബാസിഡർ എന്നെ ഡയറക്റ്റ് വിളിച്ചതാ, UK നിന്ന്, സോറി ദക്ഷിണാഫ്രിക്ക വെച്ച്. അവര് സകല കാര്യം ചെയ്തു തന്നെ. പക്ഷേ അത് ദൈവഹിതമല്ല. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഒരു ഡിവൈൻ വിസ്ഡം ചർച്ചിനെ നടത്താൻ, ചർച്ചിനെ കൊണ്ടുപോകാൻ. നമുക്ക് ആരെ എവിടെയൊക്കെ നിർത്തണം, ആരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം, മാനുഷിക പരിധികൾ, മാനുഷിക പരിഗണനകൾക്കപ്പുറം പരിശുദ്ധാത്മാവിനാൽ ഇതെങ്ങനെ കൊണ്ടുനടക്കണം. അങ്ങനെ 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 ഇതിനകത്ത് സകലവിനാൾ വേണം. സൺഡേ സ്കൂൾ മുതൽ, യൂത്ത് മുതൽ, സഹോദരിമാരുടെ ഗ്രൂപ്പ് മുതൽ, നോക്കിയേ, സഭയ്ക്കകത്ത് യൗവനക്കാര്, അതിനെ എൻകൗണ്ടർ ഉള്ളവർ, സഭയ്ക്കകത്ത് സഹായിക്കാനുള്ളവർ, ഇതിനെ സകലവിനെയും ഒരുമിച്ച് ക്രമീകരിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള ഡിവൈൻ വിസ്ഡം തുറക്കുന്ന ഒരു സഭ. അതിനകത്ത് സഭയ്ക്കകത്തുള്ളവർക്ക് പരിജ്ഞാനം വർദ്ധിക്കണം. ഇതിനകത്തുള്ള നിങ്ങളാണ് രോഗശാന്തിപരം ശക്തിയോടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരും വലുതല്ല, ആരും ചെറുതല്ല. നമ്മളെല്ലാം ശരീരമാണ്. ചിലത് കാണും, ചിലത് കേൾക്കും, ചിലത് പറയും, ചിലത് തൊടും. ഇതെല്ലാം ഒന്ന്. ആമേൻ പറ, ആമേൻ പറ. ഇത് എല്ലാവരും ഒന്നാണ്. നമ്മളൊരു ശരീരമാണ്. ഹല്ലേലൂയ. ശരീരത്തിനകത്ത് പല അവയവങ്ങൾ, കണ്ണുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, ഇതൊക്കെ കാണാം. പക്ഷേ മക്കളെ, ഞാൻ കുട്ടിക്കോരി ഇട്ടിട്ടില്ല. ഈ കുട്ടിക്കോരിട്ട് സുഖിപ്പിച്ചു നടക്കുന്ന ഈ മുഖം അല്ലട്ടോ ഈ ശരീരത്തെ നിലനിർത്തുന്നത്. ഈ മുഖത്ത് 2 കണ്ണില്ലേലും അകത്തുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ഈ ശരീരം നിലനിൽക്കും. കേൾക്കുന്നുണ്ടോ? കാണാൻ തുടങ്ങുന്നവർ മനസ്സിലാക്കണം, കാണുന്നവല്ല വലുത്. കേൾക്കാൻ തുടങ്ങുന്നവർ മനസ്സിലാക്കണം, കേൾക്കുന്നവല്ല വലുത്. പിടയ്ക്കുന്ന ഒരു ഹൃദയം ഇതിന്റെ പുറകിലുണ്ട്. ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന ആന്തരിക അവയവങ്ങൾ പുറകിലുണ്ട്. കറുത്ത തൊലിയുമായി, ചുക്കിച്ചുളിഞ്ഞ മുഖവുമായി, പ്രഭാതത്തിലും രാത്രിയിലും ദൈവമുഖം അന്വേഷിച്ച് സഭ 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 ആത്മഭാരം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അമ്മച്ചിമാർ ഇവന്റെ പുറകിൽ അന്നും ഇന്നും എന്നുമുണ്ട്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തിന് ആമേൻ പറ. ഹോശാബാന. പക്ഷെ ഹൃദയമുള്ളത് കൊണ്ട് ഒരു ശരീരത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടില്ല. സജിപ്പാസ് ഹൃദയമുണ്ട്, പക്ഷെ മുഖമില്ലെങ്കിലോ തലയില്ലെങ്കിലോ ക്രയോട് സംസാരിക്കോ? ഇല്ല. അത് സംസാരിക്കാൻ 32 പല്ലുള്ള, ഒരു നാക്കുള്ള, 2 കണ്ണുള്ള, 2 ചെവിയുള്ള ഒരു തല വേണം. അപ്പൊ എന്റെ ചോദ്യം, തലയെ നീയാണോ വലുത്, ഹൃദയമേ നീയാണോ വലുത്? ആരും വലുതല്ല. എല്ലാത്തിനും നിങ്ങൾ ആരും മിണ്ടുന്നില്ല. നമ്മളെല്ലാവരും തത്തുല്യമായി പ്രാധാന്യതയുള്ളവരാണെന്നും വ്യത്യസ്ത തലത്തിൽ ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള വെളിപ്പാട് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് വളരും. ഇങ്ങനെ വളരാൻ തുടങ്ങിയാൽ ഒരുമിച്ചുള്ള ആരാധനയിൽ മഹത്വം ഇറങ്ങും. ഇവിടെ ഒരു ചർച്ചിനകത്ത്, തൃശ്ശൂർ ഒരു ചർച്ചിനകത്ത് 400 വിശ്വാസികൾ, 300 ചില വിശ്വാസികൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അവിടുത്തെ ഒരു ഗായക ടീമിനകത്തുള്ള ആൾക്കാർ എന്നെ പരിചയപ്പെട്ടു. ഒരു പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇപ്പൊ 2 ഗ്രൂപ്പാണ്, 2 ടീമാണ് വർഷിപ്പ് ചെയ്യാൻ. ഒരു ടീം ഒരാഴ്ച പാടും, അടുത്ത ആഴ്ച അടുത്ത ആഴ്ച മറ്റേ ടീം പാടും. അപ്പൊ 2 ടീമുകാരെയും ബന്ധുക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ അതിനോട് പറയുകയാണെ, ആദ്യത്തെ ആഴ്ച A ടീം പാടുമ്പോൾ A ടീമുകാരുടെ ബന്ധുക്കാരും പരിചയക്കാരും ശക്തിയോടെ ആരാധിക്കും. കാരണം A ടീം അല്ലേ പാടുന്നേ. ഈ തൃശ്ശൂർ നടന്ന കാര്യം അവരെന്നോട് പറഞ്ഞ കാര്യം. രണ്ടാമത്തെ ആഴ്ച B ടീം പാടുമ്പോ A ടീം മിണ്ടാതിരിക്കും. A ടീമിന്റെ ബന്ധുക്കാരും പാടില്ല. കാരണം ഈ ആഴ്ച പാടുന്നത് ആരാ? B. ഞാൻ നോണ പറയില്ല കേട്ടോ, നോണ പറയില്ല, അതിശോക്തിയും പറയില്ല. തൃശ്ശൂർ നടന്ന കാര്യം. ആ ചർച്ച് തവിട് പൊടി. ഞാൻ അന്ന് അവിടെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ ഇടയിൽ വേഷം കെട്ട് കാണിച്ചാൽ തമ്പുരാൻ വലിച്ച് തൂരക്കള കിട്ടുമെന്ന് പറഞ്ഞു. മനുഷ്യരാണ്, ചിലപ്പോ ചില തെറ്റുകളൊക്കെ പറ്റാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആരാധനക്കകത്ത് വേഷം കെട്ട് കാണിച്ചാൽ, നിങ്ങൾ എന്താ പിണങ്ങി എന്നോട്? നിങ്ങൾ ആരും അങ്ങനെ കാണിക്കാറായിട്ടില്ലല്ലോ. അങ്ങനെ കാണിക്കാതിരിക്കാനല്ലേ ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞേ. ആരാധന ആര് ലീഡ് ചെയ്താലും ലീഡ് ചെയ്തില്ലല്ലോ, കേൾക്കുന്നുണ്ടോ? ആരാധന ദൈവത്തിനാണ്. ആരാധന നടത്തിയിട്ട് നന്നായിട്ടുണ്ടോ എന്നൊന്നും ഒന്ന് ചോദിക്കരുതേ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ മനുഷ്യർ നന്നായി എന്ന് പറയുമ്പോഴാണോ ആരാധന നന്നാകുന്നത്? പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നന്നായോ എന്ന് ചോദിക്കരുത്. ഞാൻ പ്രസംഗിച്ചത് വല്ല തെറ്റു വന്നോ, മനസ്സിലായോ എന്ന് ചോദിച്ചോ, കുഴപ്പമില്ല. ഞാൻ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുക, നന്നായിട്ടുണ്ടായിരുന്നോ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ നന്നാക്കാൻ വേണ്ടിയാണോ പ്രസംഗിക്കണേ?
അല്ലല്ലോ. നമ്മുടെ കുറവുകൾ അറിയണം, അത് കാര്യമാ. നമ്മൾ ചെയ്തതിൽ എന്താ പ്രശ്നമെന്ന് അറിയണം, അത് നല്ല കാര്യമാ. പക്ഷേ നന്നായോ, എങ്ങനെയായിരുന്നു പ്രസംഗം? അപ്പൊ വിളിച്ചൊരു സുഖം, നിങ്ങൾ നിന്ന് സൂചിച്ചു കഴിയുമ്പോൾ എനിക്ക് സന്തോഷമായി. മക്കളെ, ഇതൊന്നും വേണ്ട, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പറയുക, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇങ്ങനെ നമ്മളൊന്ന് പണിയാൻ ഏൽപ്പിച്ചു, ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലേ അല്ലെ? ഇതിനെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ ഇങ്ങനെ നമ്മളെ ഒന്ന് രൂപീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ ഒന്നാണെന്നുള്ള വെളിപ്പാട് വന്നാൽ, ഇതാണ് ഈ വളർച്ചയുടെ ഹയർ സ്റ്റേജ്. വെളിപ്പാട് വന്നാൽ നമ്മുടെ മേൽ ഇറങ്ങുന്ന ഒരു ഗ്ലോറി ഉണ്ട്, നമ്മുടെ മേൽ ഇറങ്ങുന്ന തേജസ് ഉണ്ട്. അപ്പോൾ ദൈവാലയത്തിൽ നടക്കേണ്ടുന്നത് എന്ത്, എങ്ങനെയെന്ന് അവൻ തെളിയിക്കും. ആ ഗ്ലോറി റിവീൽ ആകും. ആ ഗ്ലോറി എവിടെ ഇരിക്കുന്നത്? ആ തേജസ് എവിടെ ഇരിക്കുന്നത്? ഞാൻ 1-2 വാക്യങ്ങൾ, അയ്യോ, ഈ ഒരു വിഷയം തെളിഞ്ഞ് ഞാൻ അങ്ങ് ചൂട് പിടിച്ചു വരുമ്പോഴത്തേന് സമയമാകുക. 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 3:16 എടുത്ത്, നമുക്കത് അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പറഞ്ഞു വിടാം. ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. 3:16 വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 3:16, 19 കൂടെ വായിച്ചോ. 3:16. ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമത്രേ, അവൻ ജ്ഞാനികൾ സോറി, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, അതിന് ആ വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിന്റെ ആലയമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്നത് ദൈവത്തിന്റെ ആലയമാണ്. അപ്പൊ ഈ ആലയത്തിൽ നിന്ന് ദൈവാലയത്തിൽ നടക്കേണ്ടത് നടന്നാൽ, ദൈവാലയത്തിൽ നിന്ന് ഉയർന്നാൽ, ഞാനത് 1-2 വാക്യങ്ങൾ വേറെ എനിക്ക് വായിപ്പിക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും അത് തൊടാൻ പോയാൽ സമയം വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിത് ഒന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ എപ്പോഴെങ്കിലും നമുക്കത് ചേർത്ത ഭാഗങ്ങൾ പഠിപ്പിക്കാം. ഞാൻ പഠിച്ചു വരും, നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം. ആദ്യം ഇച്ചിരി സമയം നമ്മൾ ശലോമോനെ കുറിച്ച് പറഞ്ഞു പോയി. അപ്പൊ ഇതിനകത്ത് നിന്ന് നാം ഒന്നാണെന്നുള്ള വെളിപ്പാടിൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഉയരേണ്ട ആരാധന ഉയർന്നാൽ, ബൈബിള് സങ്കീർത്തനം 22 വാക്യമുണ്ട്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. കണ്ടോ? അപ്പൊ നമ്മുടെ അകത്ത് കർത്താവുണ്ട്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്തുമ്പോൾ അതിന്റെ മുകളിൽ ആ ആരാധനയിൽ ഇറങ്ങി വരുന്ന അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. മഹത്വം റിവീലാകുകയാണ്. ആ ഗ്ലോറി റിവീലാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേ. ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശു ക്രിസ്തുവിൽ ആണ് അഭിഷേകമുള്ളത്. ഗ്ലോറി ആരിലാണ് ഉള്ളത്? എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിച്ചവാ. അവൻ തേജസ്സിന്റെ പ്രഭയാണ്. അവൻ മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോൾ എങ്ങനെ ഉയർത്തെഴുന്നേറ്റേ? അവൻ പിതാവിന്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റു. റോമർ 6:4. കണ്ടോ? അപ്പോൾ അവനിലാണ് അഭിഷേകം. തേജസ് ആരില്ല, അവനിലാണ് തേജസ്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, കണ്ടോ? തേജസ്സിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഗ്ലോറി നിങ്ങളുടെ അകത്തുണ്ട്. കഴിഞ്ഞ 2 സെക്ഷൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്. ആ അഭിഷേകം തുറന്നാൽ സൗഖ്യം വെളിപ്പെടും. ഇന്ന് നമ്മൾ ഒന്നുകൂടെ കടന്നു പറയുന്നു, നിങ്ങളുടെ അകത്ത് ഗ്ലോറി ഉണ്ട്, നിങ്ങളുടെ അകത്ത് തേജസ് ഉണ്ട്. ആ തേജസ്സുമായിട്ടാണ് ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഈ വെളിപ്പാട് വന്ന നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയാൽ സമയമെടുത്ത് പ്രാർത്ഥിക്കണം, സമയമെടുത്ത് അവനെ ആരാധിക്കണം. അവനെ ഈ ആരാധിക്കാൻ പാടുമ്പം കണ്ണുനീരെന്ന് മാറുമോ എന്നുള്ള പാട്ടൊന്നുമില്ല കേട്ടോ. ആരാമന്റെ പാട്ട് അത് പാടിക്കോ. ഒന്നാമത് ഈ ആരാമന്റെ പാട്ട് എന്താന്ന് അറിയണേ. കർത്താവിനെ ആരാധിക്കുന്ന നേരത്ത് കണ്ണുനീരെന്നു മാറുമോയി, മറ്റേ കുതിരാൻ കയറ്റം കാളവണ്ടി കയറണ പോലെ ആ പാട്ട് പാടി കയറണേ. കുതിരാനില്ലേ, കുതിരാൻ ആ കയറ്റം അത് പാടും വരുന്ന ഒരു കരച്ചിലും. അയ്യോ, അടുത്ത മൽപ്രിയനേ എപ്പോൾ വരും.
ഇതൊന്നും ആരാധനയല്ല മക്കളെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഓർക്കുന്ന പാട്ടുകളാണോ ആരാധന? നിന്റെ വേദനകളെ ചിത്രീകരിക്കുന്ന പാട്ടുകളാണോ ആരാധന? അല്ല. ആരാധന എന്താ? ആരാധന നിന്റെ കർത്താവാരാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ. ആരാധന പാട്ടുണ്ട്. ആരാധനയാകണം. അവൻ ഉയരണം ആരാധനയിൽ. അവൻ ഉയരണം ആരാധനയിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യേശുവിനെ ഉയർത്തണം ആരാധനയിൽ. അപ്പൊ നമ്മൾ മിണ്ടില്ല. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ സ്തോത്ര. എന്തോ എല്ലാ പാട്ടിന്റെ അടി ഞാൻ മറന്നുപോയേ. എന്റെ അകത്ത് ഈ മഹത്വം കയറി കിടക്കുക. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ സ്തോത്രഗാനം അർപ്പിച്ചെന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ആരാധനയുടെ പാട്ടിൽ അവനാണ് യോഗ്യൻ. അവന്റെ മഹിമ പറയുന്നതാണ് ആരാധന. അങ്ങനെ നീ സമയമെടുത്തൊരുന്ന് ആരാധിച്ചേ, അങ്ങനെ നീ സമയമെടുത്ത് മഹത്വപ്പെടുത്തിയേ, നിന്റെ മുറിയിൽ സാന്നിധ്യം ഇറങ്ങുമെന്ന് ഞാൻ പറയാം. നിന്റെ മുറിയിൽ മഹത്വം ഇറങ്ങുമെന്ന് ഞാൻ പറയാം. തട്ടിപിടിച്ച ദൈവ സാന്നിധ്യം നിന്റെ മുറിക്കകത്തിറങ്ങും. ഒരു സംശയമില്ല. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ ആരാധിക്ക്. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കൈകാലുകൾ പൂട്ടിയിടപ്പെട്ടവരായി ശീലാസും പൗലോസും ഫിലിപ്പിയൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ ബന്ധിക്കപ്പെട്ട കൈകളുടെ അകത്ത് കിടക്കുന്ന ചങ്ങലയെ തപ്പാക്കി അവർ പാടി സ്തുതിച്ചു. ഓ, വേദനയെ ഓർത്തില്ല, നിരാശപ്പെട്ടില്ല, തളർന്നില്ല, ദൈവത്തെ പഴിപറഞ്ഞില്ല. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന യുദ്ധങ്ങളുടെ രാജാവിന്, യുദ്ധങ്ങളുടെ യഹോവയ്ക്ക്, സൈന്യങ്ങളുടെ അധിപതിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ കുലുക്കുവാൻ അവൻ അതിനകത്തേക്ക് ഇറങ്ങി വരികയാ. നിന്റെ വീട്ടിൽ ആരാധനമാണെന്നാൽ നിന്റെ ചങ്ങലകളെ അഴിക്കുന്ന, നിന്റെ ജയിലുകളെ, ഇരുമ്പ് വാതിലുകളെ തകർക്കുന്ന മൈറ്റി പ്രസൻസ് നിന്റെ ഭവനത്തിനകത്തിറങ്ങും. നിന്റെ കെട്ടിയിട്ട ഭർത്താവിന്, നിന്റെ കെട്ടിയിട്ട മക്കള് ചങ്ങലകളിൽ നിന്ന് കർത്താവ് സ്വതന്ത്രമാക്കും. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമുക്കൊരു കുഴപ്പം. അപ്പൊ നമ്മൾ പിന്നെ എന്തിനാ ആരാധിക്കുന്നറിയോ? കർത്താവിനെ ആരാധിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ചു, പാസ്റ്റർ ഒരു സൂത്രം പറഞ്ഞു, പാട്ടുപാടി ആരാധിച്ചാൽ ഭർത്താവ് ശരിയാവും. അപ്പൊ നമ്മളിപ്പോ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് ആരാധനയല്ല. ഭർത്താവിനെ ശരിയാക്കാനോ മക്കളെ വിടുവിക്കാനോ ഉള്ള ആരാധനയല്ല. നമുക്ക് അങ്ങനെ ഒരു പാട്ടും കിട്ടി. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. കേട്ടിട്ടുണ്ടോ പാട്ട്? അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പൊ ഈ പാട്ട് പാടി നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ കൈയടിക്കുക. എന്തിനു വേണ്ടിയാ? ചങ്ങല അഴിയണം. മക്കളെ, ചങ്ങല അഴിയല. അവരാരാധിച്ചത് ചങ്ങല അഴിയാനല്ല. അവരാരാധിച്ചത് കാരാഗ്രഹം കുലുങ്ങാനല്ല. അവരാരാധിച്ചത് കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടാനല്ല. അവരാരാധിച്ചത് ദൈവം അറിയാതെ എനിക്കൊന്നും നടക്കുന്നില്ല,
ഞങ്ങൾ മക്കതോന്യക്കാരനായ ഒരു പുരുഷനെ വെളിപ്പാടിൽ കാണിച്ച് ഫിലിപ്പിയിൽ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ കാരാഗ്രഹത്തിനായി സ്തോത്രം. അവർ കാരാഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. നിന്റെ വേദനയിലുള്ള ആരാധനയുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പിള്ളേരെ കളിപ്പിക്കുമ്പം പിള്ളേരുടെ എന്താ പറയാ, പിള്ളേരെ രസിപ്പിക്കുന്നത് നിങ്ങൾ അറിയണം എങ്ങനെയാണ്. ഇതുപോലെ നിങ്ങളുടെ ദൈവത്തെ ചലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ കരയുന്നതിനേക്കാൾ നിങ്ങളുടെ വേദനയിൽ നിങ്ങൾ വേദനിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ തമ്പുരാന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അടുത്ത ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം കർത്താവ് ഇന്ന് ചെയ്യും. സഹിക്കാൻ പറ്റില്ല ദൈവത്തിന്. ആവോ, ഞാനും വേറെ വഴിക്ക് പോയി, നിങ്ങളും വേറെ വഴിക്ക് പോയി. മക്കളെ, ദൈവം നിങ്ങളെ പണിയുക, ദൈവം നമ്മളെ പണിയുക. അങ്ങനെ ഗ്ലോറി ഇറങ്ങി. ഒരു വാക്യം വായിച്ചു നിർത്താൻ ഞാൻ ഇന്ന് എന്നോട് ഇത് വിഷയമൊക്കെ വിട്ടുപോയിട്ടോ, ഓർഡറും വിഷയമൊക്കെ വിട്ടുപോയേ. പക്ഷേ എന്നോട് ദൈവാത്മാവ് ഇന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ടേ. നിങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വന്ന് 22-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിച്ചേ. ഇത് എന്നോട് ദൈവാത്മാവിന്റെ ഹൃദ്യമായി സംസാരിച്ച വാക്യമാണ്. പ്രസംഗത്തിന്റെ ഓർഡറൊക്കെ പോയി, എല്ലാം കൂടെ അവിടെ നിന്നൊക്കെ കയറി വന്നു. സാറില്ല, പ്രസംഗമല്ല വിഷയം, ദൂതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പ്രസംഗത്തെ കാര്യമാക്കുന്നില്ല. നിങ്ങൾ വായിച്ചേ. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങി ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവിശതയിലായി അവനെ കണ്ടു. ദൈവാലയത്തിലെ ആരാധന മഹത്വമിറക്കും. ദൈവാലയത്തിലെ പ്രാർത്ഥന വിവശതയിലേക്ക് കൊണ്ടുപോകും. എന്താ വിവശത? ഒരു സ്പിരിച്വൽ ട്രാൻസ് ആണ് വിവശത. അവൻ പറയുക, പിന്നെ ഞാൻ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയിലായി. എന്നിട്ട് അടുത്ത വാക്ക് വായിക്കുക. വിവശതയിലായി. എന്നിട്ട് വിവശതയിലായി അവനെ കണ്ടു. വിവശതയിലായിട്ട് അവനെ കണ്ടു. എന്തോ വിവശതയിലായി. എന്നിട്ട് ഞാൻ അവനെ കണ്ടു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദിച്ച ചോദ്യത്തിന്റെ പിൻപിലുള്ള വ്യക്തിയെ ഞാൻ കണ്ടു. സ്നാനമേറ്റ് ദൈവാലയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു വിവശതയിലേക്ക് കൊണ്ടുപോയി. എന്റെ സ്വബോധത്തിൽ നിന്ന് ഞാൻ പോയി. അത് ഉറക്കമല്ല മക്കളെ. ആ ട്രാൻസിനകത്ത്, വിവശതയ്ക്കകത്ത് ഞാൻ അവനെ കണ്ടു. ഞാൻ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു. പണ്ടൊരിക്കൽ അവൻ നിന്ന് പറഞ്ഞില്ലേ, എന്റെ പിതാവിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന്. അതേ ആലയത്തിൽ ഞാൻ അവനെ കണ്ടു. എന്നോട് ദൈവാത്മാവ് ഇന്ന് പകൽ ഈ വാക്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു. സഭ എന്ന ഒരു സ്ട്രക്ചർ നിങ്ങളുടെ അകത്ത് വന്നാൽ, നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയാൽ, സഭ എന്ന തലത്തിൽ നിങ്ങൾ പണിയപ്പെടാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഇതിനകത്തൊരു അവയവമാണെന്നുള്ള വെളിപ്പാട് വന്നാൽ, ഇതിനകത്ത് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവദാസനോട് ചേർന്ന് എന്താ ചെയ്യണ്ടേ പാസ്റ്ററെ, എന്ത് ഞങ്ങൾ ചെയ്യണം? ഒരു കൂറ് തിരിച്ചവരിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. നിങ്ങളുടെ മേൽ അഭിഷേകം വളരും. നിങ്ങളുടെ മേൽ മൈറ്റി അനോയിന്റിംഗ് വളരും. നിങ്ങളുടെ മേലെ ഗ്ലോറി വളരും. ആലയത്തിൽ ഗ്ലോറി ഇറങ്ങിയ ആലയമാണ്. ആ ആലയത്തിൽ തേജസ് ഇറങ്ങിയ ആലയമാണ്. ആ ആലയത്തിന്റെ പ്രത്യേകത, ആ ആലയത്തിലെ പ്രാർത്ഥനയിൽ അവൻ, ഞാനിത് ഗൗരവത്തിലാണ് പറയുന്നത്, ഒരു അസാധാരണ ഗൗരവത്തിലാണ് ഞാൻ ഈ പദം പറയുന്നത്. നീ ആരാധിക്കുന്ന ആലയം ദൈവത്തിന്റെ ആലയമാണോ? കുറെ പാട്ടും കുറെ പ്രാർത്ഥനയും കുറെ ചാട്ടവും അല്ല. അതിനപ്പുറം
ഇതിന്റെ എല്ലാം പുറകിൽ ഒരാളുണ്ട്. അവൻ നിന്റെ മുറിയിൽ ഇറങ്ങിയിരിക്കും. ഞാൻ അവനെ കണ്ടു. ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ അധികാരപത്രമായി ഇറങ്ങി പുറപ്പെട്ട എന്റെ മുമ്പിൽ വാഹന മൃഗത്തിന്റെ പുറത്തു നിന്ന് എന്നെ തട്ടിയിടുന്ന വെളിച്ചമായി ദമസ്കോസിൽ വെച്ച് ഇറങ്ങി വന്നവനെ, ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ വന്നവനെ ആലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു. എല്ലാ കണ്ണടച്ച് പലവട്ടം പട്ടിണി, പലവട്ടം കഷ്ടത, പലവട്ടം ഉപദ്രവം, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത് എല്ലാം സഹിച്ചു റോമൻ ഗവൺമെന്റിന്റെ വാൾ കഴുത്തിനു മേലെ വീശാൻ ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ നല്ല ഓർമ്മ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവൻ വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിപ്പോ പിന്നിലുള്ളവനെ മറന്നുകൊണ്ട് മുമ്പിലേക്ക് ആഞ്ഞ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാണെന്ന് പറയാൻ കാരണം അനുഭവിച്ച കഷ്ടതകൾ എന്നെ തളർത്താതിരിക്കാൻ കാരണം 14 ലേഖനങ്ങൾ എഴുതാൻ ഇരുന്നിട്ടും എനിക്ക് മടുപ്പ് വരാത്തവര് കാരണം അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആ മുറിക്കകത്ത് ആലയത്തിൽ ഇരുന്നപ്പോൾ എന്റെ ശരീരത്തെ വിവശതയിലേക്ക് കൊണ്ടുപോയി. ആ വിവശതയിൽ ഞാൻ യേശുവിനെ കണ്ടു. മക്കളെ, സഹോദരന്മാരെ, എന്താ നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ പറയുന്നത് കേൾക്കാത്തെ? എന്താ നിങ്ങളുടെ തലമുറകൾ ദൈവത്തെ വിട്ടു പോയത്? നിങ്ങൾ അവരെ അപമാനിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്ക്. ശൗലിന്റെ യാത്രയിൽ ഇറങ്ങി വന്ന കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ കൊന്നൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ശൗലിനെ പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റിയ കർത്താവ്, ആ പ്രാർത്ഥനയിൽ ഇറങ്ങി നിന്ന കർത്താവ് എന്നോട് ഇന്ന് പകൽ പറയുന്നു, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ യേശുനാഥൻ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഈ ചാറ്റിനകത്തുള്ള ഈ സൂമിനകത്തുള്ള നിങ്ങളോട് പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എനിക്കറിയാം ദൈവാത്മാവ് ചില വ്യക്തികളുടെ സ്പിരിറ്റിനകത്തേക്ക് ഇപ്പോൾ അതിന്റെ ഒരു ഗൗരവമിടുന്നു, അതിന്റെ ഒരു ഗൗരവമിടുന്നു. അതിന്റെ ഒരു മഹത്വം ഡേവിസ് ബ്രദറെ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് ഡേവിസ് ബ്രദറിന്റെ സ്പിരിറ്റിനകത്ത് അങ്ങനെ ഒരു തുറവി ഇട്ടുന്നത് ഞാൻ കാണുന്നു. ഒരു സ്പർശനമുണ്ടാകുന്നു, ഒരു സ്പർശനമുണ്ടാകുന്നു, ഒരു സ്പർശനമുണ്ടാകുന്നു സ്പിരിറ്റിനകത്ത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ അറിയാത്ത ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തെ മുടിച്ച ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, വെള്ളമേച്ച ശവക്കല്ലറുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരോ പറയുന്നത് കേട്ടു, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സജി പാസ്റ്റർ IPC വിടണം. ഞാൻ പറഞ്ഞു, വെള്ളമേച്ച ശവക്കല്ലറുകളെ കൊണ്ട് നിറഞ്ഞ കള്ളന്മാരുടെ ഗുഹയാക്കിയ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ശൗലിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്ന ക്രിസ്തു എന്റെ കൂടെ ഉണ്ട്. നീ പ്രാർത്ഥിക്ക്, നിന്റെ സഭയ്ക്കകത്ത് അത് ഏത് തലമാകട്ടെ ഇറങ്ങി വരുമ്പോ യേശുവിന്റെ കരം നിന്നെ പണിയും, നിന്നെ പണിയും, നിന്നെ പണിയും. നിന്റെ മുറിക്കകത്ത് അവൻ ഇറങ്ങി നിൽക്കും. എന്റെ ശരീരത്തിനകത്ത് മുഴുവൻ ഞാൻ വിറക്കിയ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ നിങ്ങളെ മറന്ന് കണ്ണുകൾ അടച്ച് വീഡിയോകൾ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോകൾ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാനത് കാണുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അടുത്ത റേഞ്ചിലേക്ക് കയറുക, നിങ്ങളുടെ പ്രാർത്ഥന അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക. പ്രാർത്ഥിക്കുന്നവന്റെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്നവൻ ആലയത്തെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നത് ആത്മവിവശത ഉണ്ടാകാനല്ല, എനിക്ക് യേശുവിനെ അറിയണം, എനിക്ക് യേശുവിനോട് ചേരണം, എനിക്ക് യേശുവിനെ അറിയണം. ഈ ശബ്ദത്തിന്റെ പുറകിലുള്ള വ്യക്തി ആരാ? എന്നോട് കേട്ട ആ ശബ്ദത്തിന്റെ ഉപജ്ഞാതാവാരാ? എനിക്ക് അവനെ അറിയണം, എനിക്ക് അവനെ അറിയണം. ഞാൻ അറിഞ്ഞ മതത്തിന്റെ പഠനങ്ങൾ, ഞാൻ അറിഞ്ഞ ഇസ്രായേൽ മതത്തിന്റെ പഠനങ്ങൾക്കപ്പുറം എനിക്ക് അവനെ അറിയണം, എനിക്ക് യേശുവിനെ അറിയണം. അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില മുറികളിലേക്ക് നിന്റെ യാത്രാവേളയിൽ നിങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ മക്കളെ ഈ ഗ്ലോറി തൊടും, നിങ്ങളുടെ തലമുറകളെ ഈ ഗ്ലോറി തൊടും, നിങ്ങളുടെ തലമുറകളെ ഈ തേജസ് തൊടും. നിങ്ങൾ അല്പം മുമ്പ് സാക്ഷ്യം പറഞ്ഞു കേട്ടില്ല? അല്പം മുമ്പ് നിങ്ങൾ ആരാവലിൽ എഴുതിയ മോനെ കണ്ടില്ല? അപ്പുവിനെ. അതിനു മുമ്പ് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ വിമലിനെ കണ്ടില്ലേ? അവരുടെ അമ്മയാണ് കോമള സിസ്റ്റർ. ഇവര് രാത്രി ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ മക്കൾ 2 പേരും കൂടെ ഉണ്ടാക്കാത്ത ബഹളമൊന്നുമില്ല. പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യത്തെ തടുത്ത് വീട്ടിൽ ആട്ടിവരെ നടക്കുന്ന തലത്തിലേക്ക് ആ വീട് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് പോയ അനുഭവമുണ്ട്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്ക്. വിശ്വസ്തനായൊരു ദൈവം പുറകിലുണ്ട്, വിശ്വസ്തനായൊരു ദൈവം പുറകിലുണ്ട്. അന്നത്തെ ഞാൻ ആ പിള്ളേര് സാക്ഷി പറയുമ്പോൾ ഇന്ന് ഞാൻ ആനന്ദം കൊണ്ട് നിറയാറുണ്ട്. കാരണം അന്ന് അവരെ കുടുംബത്തിനകത്തുണ്ടാക്കിയ പ്രശ്നം എനിക്കറിയാം. അമ്മയുടെയും അപ്പന്റെയും പ്രാർത്ഥനയ്ക്കുള്ള വരവിനെ തടുക്കാൻ അപ്പു എന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇവനകത്ത് കരയുന്നവരുണ്ടോ? വിഷമിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ദൈവം മഹത്വവാനാണ്. ട്രാൻസുകൾ ഓപ്പൺ ആകാൻ പോകുന്നു, ദൈവിക ജ്ഞാനം ഓപ്പൺ ആകാൻ പോകുന്നു, ദൈവിക ഗ്ലോറി ഓപ്പൺ ആകാൻ പോകുന്നു. എന്നോട് ആരോ ചോദിച്ചു, പാസ്റ്ററെ എന്നും പ്രസംഗിക്കുമ്പോൾ ബോറടി വരുന്നില്ലേ? ഞാൻ പറഞ്ഞു, എന്നും പ്രസംഗിക്കുന്നത് എന്റെ കഥയല്ല, എന്റെ ചരിത്രമല്ല. അതാണെങ്കിൽ ബോറടിക്കുമായിരുന്നു. ഒരു പ്രസംഗം കഴിഞ്ഞ് 1.5 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞ് അതേ സ്റ്റെപ്പിൽ അതേ കസറിൽ എഴുന്നേക്കാതിരിക്കുക, വീണ്ടും 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ചരിത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്. അവന്റെ ഗ്ലോറി വെളിപ്പെടും, അവന്റെ തേജസ് വെളിപ്പെടും, അവന്റെ മഹത്വം. ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് കരമടിച്ച് പ്രാർത്ഥിച്ച് ആ ഗ്ലോറിയുടെ തലത്തിലേക്ക്, ആ തേജസ്സിന്റെ തലത്തിലേക്ക്, ആ മഹത്വത്തിന്റെ തലത്തിലേക്ക് നിന്റെ സ്പിരിറ്റിന്റെ തണുപ്പ് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ദൈവം. നിന്റെ തലമുറ പ്രവാചകന്മാർ എഴുന്നേൽക്കും, നിന്റെ തലമുറ അപ്പോസ്തലന്മാരുടെ എഴുന്നേൽക്കും. നിന്റെ ഭർത്താവ് അപ്പോസ്തലനായി പുറത്തു വരും, നിന്റെ ഭർത്താവിന്റെ മേൽ പ്രവചന ശബ്ദം വെളിപ്പെടും. രാജ്യങ്ങള് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന അഭിഷക്തന്മാർ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ.
ഞാൻ കാണുന്നു, ഞാനത് അങ്ങനെ തന്നെ കാണുന്നു, ഞാനത് അങ്ങനെ തന്നെ കാണുന്നു. ഓരോ വ്യക്തികളുടെ റൂമിലും, ഓരോ ചാറ്റ് റൂമിലും പരിശുദ്ധാത്മ ഇറങ്ങുന്നു, പരിശുദ്ധാത്മ ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു, ആത്മാവ് ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. യെസ്, നിന്റെ അകത്ത് നടക്കുന്ന വളർച്ച. ഒരു ട്രാൻസിന് വേണ്ടി ഒരുങ്ങിക്കോ, ഒരു ട്രാൻസിന് വേണ്ടി ഒരുങ്ങിക്കോ. യേശുവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ട്രാൻസിന് വേണ്ടി ഒരുങ്ങാൻ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് ദൂത് പറയുക. ഒരു ട്രാൻസിന് വേണ്ടി, ഒരു ട്രാൻസിന് വേണ്ടി, ഒരു വിവശതയ്ക്ക് വേണ്ടി. ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു. ഇതാകട്ടെ സാക്ഷ്യം. ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു. നമ്മുടെ തലമുറയോട് നമുക്ക് പറയാനുള്ളത് പ്രബന്ധാവതരണമല്ല, പഠനമല്ല, ഉപദേശമല്ല. മോനെ, ഞാൻ യേശുവിനെ കണ്ടു. ഞാൻ ഇപ്പോൾ അറിയുന്നു, ചില മാതാക്കളുടെ അകത്തു നിന്ന് അവരുടെ ഹൃദയത്തെ പൊരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ഭാരങ്ങളും അടർന്നു മാറുന്നു ഞാൻ കാണുന്നു, അടർന്നു മാറുന്നു ഞാൻ കാണുന്നു. ഇപ്പോൾ അവരുടെ ഹൃദയം ഫ്രീ ആകുന്നു, ദൈവത്തിൽ ഉറപ്പ് അവരകത്തേക്ക് ബൂസ്റ്റ് ആകുന്നു. മക്കളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഗ്ലോറി സഭയ്ക്കകത്ത് റിവീലാകും. അവനകത്ത്, ആ ട്രാൻസിനകത്ത് അവൻ ഇറങ്ങി നിൽക്കും. എല്ലാ കണ്ണമടച്ച് എല്ലാ കണ്ണമടച്ച് ഒന്നും കൂടെ നിങ്ങളുടെ ആരാധനയെ ട്യൂൺ ചെയ്യാമോ? ഒന്നും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയെ ട്യൂൺ ചെയ്യാമോ? ഒന്നും കൂടെ നിങ്ങളുടെ വചനധ്യാനത്തെ ട്യൂൺ ചെയ്യാമോ? ഈ ചവറുകളുടെ പുറകെ പോകാതെ, പരമ്പരാഗത നിയമ പഠനങ്ങളുടെ പുറകെ പോകാതെ, നിങ്ങളെ സുഖിപ്പിക്കുന്ന പ്രവചന ശബ്ദങ്ങളുടെ പുറകെ പോകാതെ, നിങ്ങളെ വളർത്തുന്ന, നിങ്ങളുടെ സ്പിരിറ്റിനെ വളർത്തുന്ന പുതിയ ഉടമ്പടിയുടെ വചനങ്ങൾ പഠിക്കാമോ? ഒരു ഗ്രേറ്റ് റിവൈവലിൽ, ദൈവം അയക്കാൻ പോകുന്ന ഉണർവിൽ ഇന്ന് കാണുന്ന പലരും മാറിപ്പോയി. നിങ്ങൾ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ചരിത്രം ടിഷ്ടിയും, ചരിത്രം ടിഷ്ടിയും. ഞാൻ അല്പം മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാനിത് ഓർപ്പിച്ചിരുന്നു. നമ്മുടെ ചർച്ചയിൽ മുമ്പ് ഓർപ്പിച്ചവാ. 7000 പ്രവാചകന്മാർ ഗുഹയ്ക്കകത്ത് ഒതുങ്ങിപ്പോയപ്പോൾ കാളയെ പൂട്ടുന്ന പാടത്തു നിന്ന് ഒരു ചെറുക്കൻ കയറി വരുന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും വേറെ ഒരു ദൈവം ജീവനുള്ളത് ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ചെറുക്കൻ കയറി വരുന്നു. Wow, what a wonderful, എത്ര അത്ഭുതകരമായത്. ഒരു കൂട്ടം പ്രവാചകന്മാർ, അവര് ബാലിന് മുട്ടുകുത്തിയിട്ട്, അവര് വിശുദ്ധരാണ്, അവർ പാപികളൊന്നുമല്ല. പക്ഷെ ഗുഹ കൊണ്ട് അവർ ഒതുങ്ങിപ്പോയി, ഗുഹ കൊണ്ട് അവർ ഒതുങ്ങിപ്പോയി. കൊറോണയ്ക്കകത്ത് നീ ഒതുങ്ങരുത്, കോവിഡിനകത്ത് നീ ഒതുങ്ങരുത്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച സാമൂഹിക അകലം നിന്റെ വീട്ടിൽ നീ ചെയ്തോ, പക്ഷെ നീ ഒതുങ്ങരുത്. റോമൻ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പൗലോസ് പറഞ്ഞില്ലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലം ചെയ്യാൻ കഴിയുമെന്ന്. എന്നെ അടച്ചിട്ടാലും എന്നെ ഒതുക്കാൻ പറ്റില്ല. പറയൂ, ധൈര്യത്തോടെ പറയൂ, പറ, ധൈര്യത്തോടെ പറ. എന്നെ അടച്ചിട്ടാലും, ആരെല്ലാം ചേർന്ന് അടച്ചാലും എന്നെ ഒതുക്കാൻ പറ്റില്ല. കാരണം ഒതുക്കാൻ പറ്റാത്ത ഒരുവൻ എൻ്റെ അകത്തുണ്ട്, ഞാൻ അവന്റെ അകത്ത്. നമുക്ക് വീണ്ടും അവനകത്തേക്ക് ഇറങ്ങാം. ഞാനിപ്പോഴോട് നിർത്തുന്നു, സമയം ഓടിപ്പോയി. എനിക്കറിയില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നാളെ പകൽ ഞാൻ ഇതിന്റെ ബാക്കി എടുക്കും. ട്രാൻസ് ആൻഡ് ഗ്ലോറി, ഗ്ലോറി ആൻഡ് ട്രാൻസ്. ആ ട്രാൻസിനകത്ത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്പിരിറ്റ് സഞ്ചരിക്കും. നിങ്ങളുടെ സ്പിരിറ്റ് ബോഡിയിൽ നിന്ന് വിട്ട് സഞ്ചരിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാക്കും.